ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം തെസ്സലോനിക്യ സഭയോടുള്ള പൗലോസിൻ്റെ പ്രബോധനത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. തെസ്സലോനിക്യ സഭയോട് പൗലോസ് നടത്തിയിട്ടുള്ള പ്രബോധനത്തിൻ്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം, ഉപദേശിക്കുക. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ഇത്തവണ പൗലോസ് തൊട്ടടുത്ത വാക്യം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. അപ്പോൾ പ്രബോധനം പൗലോസ് തെസ്സലോനിക്യ സഭയോട് പറയുമ്പോൾ തെസ്സലോനിക്യ സഭയോട് പറയുന്നു, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യുന്നവരായിരിക്കണം, പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, ഇതാ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഉൾക്കരുത്തില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം, ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. ഈ ധൈര്യപ്പെടുത്തുക എന്ന വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ എതിർപദം ചിന്തിച്ചു വന്നെങ്കിൽ ശരിക്കും ആ ധൈര്യപ്പെടുത്തൽ എന്ന പദത്തിൻ്റെ ആ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ധൈര്യത്തിൻ്റെ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമാണ്, നിരാശയാണ്, ആശങ്കയാണ്. അപ്പോൾ നിങ്ങളുടെ വാക്കും പെരുമാറ്റവും എപ്പോഴും മറ്റുള്ളവരുടെ ഭയം അകറ്റുന്നതായിരിക്കണം, മറ്റുള്ളവരുടെ ആശങ്ക അകറ്റുന്നതായിരിക്കണം, നിരാശ അകറ്റുന്നതായിരിക്കണം. നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും മറ്റുള്ളവർ ഉള്ളിൽ കരുത്തുള്ളവരായി മാറണം. ഉൾക്കരുത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഉൾക്കരുത്ത് എന്താ? ഉൾക്കരുത്തെന്ന് പറഞ്ഞാൽ അല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ല ബലമുള്ള അങ്ങനെയാണോ? അല്ല, ഉൾക്കരുത്ത്. ഉള്ളിലാണ് കരുത്ത്. പുറമേ അവൻ ബലഹീനനായിരിക്കാം, പക്ഷെ ഉള്ളിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? കരുത്തുള്ളവനായിരിക്കണം. അപ്പോൾ ഉൾക്കരുത്ത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഉൾക്കരുത്ത് ഇല്ലാത്തവർ. ഉൾക്കരുത്തില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ധൈര്യം ശോഷിക്കുമ്പോഴാണ്. ഉള്ളിൽ ഭയം വരുമ്പോൾ ഉള്ളിൽ എന്ത് സംഭവിക്കും? ധൈര്യം ശോഷിക്കും. ഈ വൈദ്യശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് എപ്പോഴും നല്ല ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പോസിറ്റീവ് എനർജി നൽകുക ഹൃദയത്തിന്. നമ്മുടെ ഹൃദയം നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രോഗം വേഗത്തിൽ കയറി ബാധിക്കുമെന്നാണ് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നത്. ഇപ്പോൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചിലർ പാമ്പ് കടിക്കണ്ട, പാമ്പ് അതിലെ പോകുന്നതൊന്ന് കണ്ടാൽ മതി, തൊട്ടാവാടിയുടെ മുള്ളുകാലിൽ ഒന്ന് കൊണ്ടാൽ മതി, അപ്പം തന്നെ അറ്റാക്ക് ഒന്ന് മരിക്കും. ഊർക്കം പാമ്പ് കടിച്ചേന്നും പറഞ്ഞു. ആളിനെ പാമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആളിനെ പാമ്പ് കടിച്ചിട്ടൊന്നുമില്ല, കാലയിൽ എന്തോ ഒന്ന് കൊള്ളുന്ന പോലെ തോന്നി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു മൂർക്കം പാമ്പ് ഇഴഞ്ഞു പോകുന്നതും കണ്ടു. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ കാലിൽ ചെറുതായിട്ട് ചോര പൊടിക്കുന്നതും കണ്ടു. പെട്ടെന്ന് ഇദ്ദേഹം തീരുമാനമെടുത്തു, എന്നെ എന്ത് ചെയ്തു, മൂർക്കം പാമ്പ് കടിച്ചേ. അപ്പം തന്നെ വീണു, ബോധം കെട്ടു, തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവരെല്ലാം പറഞ്ഞതുപോലെ ആൾ പാമ്പ് കടിച്ചിട്ട് മരിച്ചതാണെന്ന് പറഞ്ഞു. ഡോക്ടർമാർ നോക്കിയിട്ട് പാമ്പ് കടിച്ചൊന്നുമില്ല. പിന്നെന്താ പറ്റിയത്? ഭയം നിമിത്തമാണ് സംഭവിച്ചത്. എന്നാൽ അപ്പോൾ തന്നെ പാമ്പ് ചുറ്റി കടിച്ചു പറിച്ചിട്ടും ചില ആളുകളൊക്കെ പറയുന്നത് പണ്ടത്തെ പെന്തക്കോസുകാരൊക്കെ പാമ്പ് കടിച്ചാൽ പോലും എന്ത് ചെയ്യത്തിരുന്ന, മരുന്നെടുക്കത്തിരുന്ന. മരുന്നെടുത്താൽ അവൻ പെന്തക്കോസല്ല, വിശ്വാസിയല്ല എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി പ്രസംഗിച്ച പല പുള്ളികളും ഇപ്പോൾ അസുഖം വന്നപ്പോൾ ആശുപത്രി കിടക്കുക. അത് വേറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അതവിടെ നടക്കട്ടെ. ഒരു കാലത്തു മനുഷ്യൻ, ഈ പെന്തക്കോസ് വിശ്വാസികൾ മാത്രമല്ല കേട്ടോ, എനിക്കറിയാവുന്ന വേറെ പലരും ഉണ്ട്, ഒരു വിശ്വാസവും ഇല്ലാത്തവരും ഉണ്ട്, മരുന്നെടുക്കാതെ സുഖപ്പെട്ടവർ. ഒരു മരുന്നിൻ്റെ പുറകെ പോയിട്ടില്ല, സുഖപ്പെട്ടവരുണ്ട്. അതിൻ്റെയൊക്കെ കാരണം വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പാമ്പ് കടിയേറ്റ മനുഷ്യൻ്റെ ഹൃദയം ഭയപ്പെട്ടു പോയാൽ അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും രക്തത്തിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ വിഷാംശം വേഗത്തിൽ അവനിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവൻ ധൈര്യമുള്ളവനാണെങ്കിൽ അവൻ്റെ ഹൃദയം സൗമ്യമായിട്ടാണ്, സാധാരണ ഗതിയിലാണ് പോകുന്നതെങ്കിൽ ആ വിഷയം അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വിഷത്തിനുള്ള വേഗത വളരെ കുറയും. അപ്പോൾ അവൻ അടുത്ത മരുന്നൊക്കെ കൊടുത്ത് അവനെ സുഖപ്പെടുത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. വേദപുസ്തകവും നമ്മളെ ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. ഉള്ളിൽ ബലമുള്ളവൻ, ഉൾക്കരുത്തുള്ളവൻ ഏത് പ്രതിസന്ധി, നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടങ്ങൾ പരിശോധിച്ചാലും പുതിയ നിയമ കാലഘട്ടങ്ങൾ പരിശോധിച്ചാലും കർത്താവാണെങ്കിലും ദൂതന്മാരാണെങ്കിലും ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്നറിയാമോ? ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക. ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാകുന്നു. അപ്പം ഇവൻ്റെ ഹൃദയത്തെ ആദ്യം ഇവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന് അറിയാമോ? ഭയം മാറി ധൈര്യമുള്ളവനായി മാറണം. ഭയം മാറി അവൻ ധൈര്യമുള്ളവനായി മാറിയെങ്കിൽ മാത്രമേ യവന് തുടർന്നുള്ള ചുവടുകൾ അനായാസേന മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. അപ്പം നിങ്ങളോടുള്ള പ്രബോധനം ഇതാണ്: നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തിലെ ഭയത്തെ എന്ത് ചെയ്യുന്നതായിരിക്കണം,
അകറ്റിക്കളയുന്നതായിരിക്കണം, പകരം അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നതായിരിക്കണം, ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം. നമുക്ക് പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ മെനകേട് കാണിക്കുമ്പോൾ ഞങ്ങളുടെ മമ്മി പറയും, പപ്പ ഇങ്ങി വരട്ടെ, ഇന്ന് നിനക്ക് വെച്ചിട്ടുണ്ട്, ഇന്ന് നിനക്ക് കോളാ, പപ്പ ഇങ്ങി വരട്ടെ. സംഭവം തെറ്റിപ്പോയി, പറ്റിപ്പോയി. പിന്നെ ഈ വാക്കൂടെ കേൾക്കുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും അറിയോ? ഒന്നുകൂടി അങ്ങ് ഭയങ്കര ഭയം, വല്ലാത്ത ഭയം. ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം എന്നറിയോ? പപ്പ വരാതിരുന്നെങ്കിൽ. പിടികിട്ടിട്ടുണ്ടോ? അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പനിങ്ങി വരട്ടറാ എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്നാ? എന്തോ ഒരു വലിയ അപകടം എൻ്റെ മുമ്പിൽ വരാൻ പോവുക, ഭയപ്പെടുത്തുക. ആ കുഞ്ഞിൻ്റെ തെറ്റ് തിരുത്തപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് കുഞ്ഞെന്ത് ചെയ്യുകയാണ്? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, സാരമില്ല മോനെ, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ ട്രൈ ചെയ്ത് നല്ല മാർക്ക് വാങ്ങാം എന്ന് പറയുന്ന മാതാപിതാക്കളുടെ കുഞ്ഞും ഇന്നുണ്ട്, ഇന്നപ്പനിക്ക് വരട്ടെ, ഇന്നുകൊണ്ട് നിൻ്റെ പഠിത്തം കഴിയുക, നീ ഇനി പള്ളിക്കൂടത്തിൽ പോകണ്ട, കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി കൊണ്ടുപോകുന്ന മക്കളുടെ ജീവിതവും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആരാ വളർന്നിട്ടുള്ളതെന്ന്? സാരമില്ല മകനെ, തെറ്റും കുറവുകളൊക്കെ സംഭവിക്കും, അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി അവസരമുണ്ട്, നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ എപ്പോഴും ജീവിതത്തിൽ വിജയിച്ചിട്ടേ കണ്ടിട്ടുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യുന്നറിയോ? എന്ത് ചെയ്യാനും ഭയമായിരിക്കും, എന്ത് തുടങ്ങാനും ഭയമായിരിക്കും. എന്ത് ചെയ്താലും അതിനകത്തൊരു ചെറിയ അപാകത വന്നാൽ, ചെറിയൊരു പരുവക്കേട് വന്നാൽ അതിനെ അപ്പോൾ തന്നെ ഭയപ്പെടുത്തി, അധൈര്യപ്പെടുത്തി, വഴക്കു പറഞ്ഞ് വലിയ എന്തോ സംഭവിച്ചിരിക്കുന്നു, നിനക്കിതിന് കഴിവില്ല, നിനക്ക് കഴകത്തില്ലാത്തവനാണ് എന്നുള്ളൊരു തോന്നലിൽ സംസാരത്തി പോയാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ആ വ്യക്തിക്ക് പിന്നെ ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പെൺപിള്ളേർക്ക് അടുക്കളപ്പണിയൊന്നും വലുതായിട്ട് അറിയത്തില്ല. കാരണം അവരുടെ കുറ്റമല്ല, അവരുടെ മാതാപിതാക്കളുടെ കുറ്റമാണ്. മാതാപിതാക്കളുടെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എല്ലാ പിള്ളേരും ഇപ്പോൾ ഫുൾ എ പ്ലസ് മേടിച്ചാൽ 10ാം ക്ലാസ് ജയിക്കുന്നത്. കൊച്ചിനെ അടുക്കളയിൽ കയറ്റിയാൽ കൊച്ചിന് ഫുൾ എ പ്ലസ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ കൊച്ചിനെ പള്ളിക്കൂടത്തിൽ വിടുന്ന 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഫുൾ എ പ്ലസ് മേടിച്ച് മുട്ടനൊരു ഫോട്ടോയും വെച്ച് കവലയിലെല്ലാം കൊണ്ട് അനുമോദനങ്ങളുടെ ബോർഡ് വയ്ക്കണമെന്ന് ആഗ്രഹിച്ച 1ാം ക്ലാസ്സിൽ പോലും കൊച്ചിനെ കൊണ്ട് ചേർക്കുന്നത്. എന്നിട്ട് രാവും പകലും ട്യൂഷനും കൊടുക്കുക. എന്നിട്ട് മാതാപിതാക്കൾ നിരന്തരം ഈ കൊച്ചിന്, അപ്പോൾ ആ കൊച്ചിന് കാപ്പി ഇടാൻ പഠിക്കാൻ പറ്റുമോ? സമയം കിട്ടുമോ? പാത്രം ചൊവ്വേ നേരെ കഴുകാൻ സമയം കിട്ടും, അത് പഠിക്കാൻ പറ്റുമോ? പാത്രം കഴുകാൻ അറിയത്തില്ല, ചായ ഇടാൻ അറിയത്തില്ല, കഞ്ഞി വയ്ക്കാൻ അറിയത്തില്ല. ഇതിനെ കുറച്ച് കഴിയുമ്പോൾ കെട്ടിച്ചു വിടുന്നത്, കെട്ടിച്ചു വിടും. കെട്ടിയ വീട്ടിൽ ചെന്നാലും അല്ല പറയുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മായിയമ്മ പറയുക, എന്താ വാടി ഇത്, വായിക്ക് വയ്ക്കാൻ കൊള്ളത്തില്ല, നീയാണ് മാറുന്നില്ല പോകും എന്ന് പറയുന്ന അമ്മായിയമ്മ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള അമ്മായിയമ്മമാരെയൊക്കെ എനിക്കറിയാം. എന്നാ ഇത്, എന്നത്തിന് കൊള്ളാം ഇത്, അയ്യോ അവൾ ചായ ഇട്ടാൽ ശരിയാകത്തില്ല, അവൾ കഞ്ഞി വെച്ചാൽ ശരിയാകത്തില്ല, അവൾ സാമ്പാർ വെച്ചാൽ ശരിയാകത്തില്ല, അവൾക്ക് ഒരു കറിയും കൂട്ടാൻ ഉണ്ടാക്കാൻ അറിയത്തില്ല. അങ്ങനെ തുടക്കത്തിൽ തന്നെ അവൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു, അവൾക്ക് അതൊന്നും അറിയത്തില്ല, മോൻ അവിടെ പോയിരുന്നു, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന അമ്മായിമ്മമാരും ഉണ്ട്. ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എന്നറിയോ? എനിക്ക് ഈ കാര്യത്തിൽ ഒരു കഴിവും ജീവിതത്തിൽ അവൾക്ക് പിന്നെ കഞ്ഞിയും കറിയും കൂട്ടാനും വയ്ക്കാൻ അവൾ പഠിക്കത്തുമില്ല, ചെയ്യത്തുമില്ല, അവൾക്ക് പറ്റത്തില്ല. അവളെ അവിടെ അധൈര്യപ്പെടുത്തി കളയുക. എന്നാൽ അതേസമയം മോനെ സാരമില്ല, ഇനി അടുത്ത തവണ കുറച്ചുകൂടി ഇച്ചിരി ഒരു പോരായ്മ ഇതിലുണ്ട്, അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ ഓക്കെയാ, കുഴപ്പമില്ല, നല്ലതാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ ദൂതന്മാർക്ക് ദൂത് എഴുതുമ്പോൾ ദൈവത്തിന് കർത്താവ് എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യം അവരുടെ നന്മയെ ഉയർത്തി കാണിച്ച് അവരുടെ ഹൃദയം, അവർക്ക് കുറവുണ്ട്, ഇന്ന ഗുണങ്ങൾ നിന്നെക്കുറിച്ച് പറയാനുണ്ട്, എങ്കിലും ഇച്ചിരി ഉപ്പൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ബാക്കിയെല്ലാം കറക്റ്റാ, ഒരിച്ചിരി ഉപ്പൂടെ, അടുത്ത പ്രാവശ്യം അതൊന്നും ശ്രദ്ധിച്ചാൽ പിടിക്കട്ട എന്ന് പറയുന്ന ഒരു അമ്മായിയമ്മയാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ ആ കുഞ്ഞ് നാളെ നല്ലൊരു കുക്കായി മാറും. മനസ്സിലായോ? അവൾ ചുമ്മാതെ എടുത്ത് ഉപ്പിട്ടാൽ അത് കറക്റ്റ് അളവിലേ വീഴത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്താ വിഷയം എന്നറിയാമോ? മനുഷ്യൻ്റെ സ്വഭാവത്തെ, മനുഷ്യൻ്റെ മാനസിക നിലയെ ഒക്കെ നിയന്ത്രിക്കുന്നത് അവൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, ഒരു ഉൾക്കരുത്ത്. അവൻ്റെ ആ ഉൾമനസ്സിനെ, ഉൾക്കരുത്തിനെ, ആത്മവിശ്വാസത്തെ നമ്മൾ അധൈര്യപ്പെടുത്തിയാൽ, അത് ബലഹീനമായാൽ ആ വ്യക്തിക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എത്താൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോശ മുഖാന്തരം വേർതിരിച്ചിറക്കി. എന്നിട്ട് എന്താ ചെയ്തേ? എങ്ങോട്ട് കൊണ്ടുപോവുക? പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത പാലും തന്നെ ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് നടത്തിക്കൊണ്ട് പോവുക. അങ്ങനെ പല ഘട്ടങ്ങളിൽ ഓരോ ഇടത്ത് ചെല്ലുമ്പോൾ ഇവരുടെ ഉള്ളങ്ങ് അധൈര്യപ്പെടും, അയ്യോ നമ്മളിനി എന്നാ കഴിക്കും, നമ്മളെന്നാ കുടിക്കും. അവിടെയൊക്കെ അവരുടെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മോശ എന്ന് പറയുന്ന ഒരു നേതാവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ വരികയാണ്. അവർക്ക് യുദ്ധം അറിയത്തില്ല, അവിടെ ഇഷ്ടിയ ചൂളയിൽ അടിമപ്പണിക്കാരാ,
ആകെ അറിയാവുന്ന ദൃഷ്ടിയെ ചൂടാൻ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ വൈകിട്ട് ചെന്ന് കഞ്ഞിയും കറിയും വെച്ച് ഇന്ന് കുടിച്ച് കിടന്ന് ഉറങ്ങുക, വെളുപ്പിനെ എടുത്ത് പണിയെടുക്കുക, ഇതൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ പോകുന്ന വഴിക്ക് ശത്രുക്കളും ആയുധാഭ്യാസം പഠിച്ച ആയുധ പോരാളികൾ നേരിട്ട് വരുമ്പോൾ ഒരായുധവും കയ്യിലില്ലാതെ ഭയന്ന് പകച്ചു നിൽക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഭയപ്പെടരുത്, ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. ഞാൻ പകൽ മേഘസ്തംഭമായി, രാത്രി നിനക്ക് അഗ്നിത്തൂണായി. ഇങ്ങനെ അവരെ ധൈര്യപ്പെടുത്തി അവസാനം അവർ കനാൻ്റെ പടിക്കലെത്തിയപ്പോൾ കനാൻ ഉറ്റുനോക്കാനായിട്ട് 12 പേരെ പറഞ്ഞു വിട്ട കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഈ പോയിട്ട് വന്ന 12 പേര് 10 പേരും എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ 10 പാസ്റ്റർമാരുടെയും അല്ലെങ്കിൽ 10 മൂപ്പന്മാരുടെയും 10 ഉപദേഷ്ടാക്കന്മാരുടെയും വിശദീകരണം കേട്ട മാത്രയിൽ ഇസ്രായേൽ മക്കളുടെ ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടു പോയി. എന്താ അവർ വിശദീകരിച്ചത്? അയ്യോ, കനാന്യർ അവർ വലിയ മല്ലന്മാരാണ്, അവരുടെ മുമ്പിൽ നമ്മളൊക്കെ വെറും കൊതുക് പോലെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിശദീകരിച്ചു. ഇന്നത്തെ മിക്ക ശുശ്രൂഷകന്മാരുടെ രീതി ഇതാ. അവർ പിശാചിൻ്റെ കരുത്തും പിശാചിൻ്റെ പോരാട്ടവും പിശാചിൻ്റെ പ്രവർത്തനങ്ങളും കൂടോത്രത്തിൻ്റെ മാഹാത്മ്യവും ഒക്കെ പറഞ്ഞ് ജനത്തെ ഇങ്ങനെ വരുട്ടുന്നൊരു പരിപാടിയുണ്ട്. അതോടുകൂടി നമ്മുടെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും മുറ്റത്തിറങ്ങാൻ പേടിയാ. അവിടെ പോരാട്ടം, ഇവിടെ പോരാട്ടം, വല്ല വീട്ടിലും ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മടി. അയ്യോ, ഒത്തിരി ദേവീദേവന്മാരുടെയൊക്കെ പടം നിറഞ്ഞിരിക്കും. ബന്ധനമാണ്, അപ്പടി ബന്ധനമാണ്. വിഗ്രഹം, ഏതെങ്കിലും ഒരു വിഗ്രഹം, വിശേഷിച്ച് ഹൈന്ദവരുടെ ഇടയിൽ 30 കോടി ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന അവരുടെ വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അലമാരിക്കകത്ത് ചിലപ്പോൾ ഒരുപാട് രൂപങ്ങൾ കാണും. അതിനകത്ത് നാക്ക് നീട്ടിയിരിക്കുന്ന ഭദ്രകാളി ഉൾപ്പെടെയുള്ളവർ കാണും. അവരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസിയുടെ മുഖത്തോട്ടൊന്ന് നോക്കണം എങ്ങനെയാണെന്ന്. വിശ്വാസി ആകെ ഏപ്പടിക്കാൻ തോന്നും. മനസ്സിലായോ? ആ വിശ്വാസിയുടെ അടുക്കലോട്ട് ആ വീട്ടുകാർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്ത ആ വിശ്വാസിക്ക് കുടിക്കാനൊരു ചെറിയ പേടി. അങ്ങനെയുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. വെള്ളം കുടിക്കാൻ പേടിയാ. അയ്യോ, ഇതൊക്കെ വല്ല പോരാട്ടവും വന്ന് കയറുമെന്ന്. അങ്ങനെ ആക്കി തീർത്തു. ധൈര്യവും ഉറപ്പുമുള്ളവരായി യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മുടെ പല വിശ്വാസികളും ഇന്ന് വിറച്ചും ഭയന്നുമാണ് ജീവിക്കുന്നത്. ചില വിശ്വാസികൾ കിട്ടുന്ന വിലയ്ക്ക് വീട് വിറ്റിട്ട് ഏതെങ്കിലുമൊക്കെ ദേശത്തുടങ്ങും. എന്നാൽ ചുറ്റുവട്ടത്തൊക്കെ വിജാതീയരാ താമസിക്കുന്നത്. അവിടുന്ന് പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് പള്ളിയുണ്ട്, പള്ളിക്കെട്ടും ബന്ധനക്കെട്ടും ഉണ്ട്, അമ്പലമുണ്ട്, കാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിറ്റേച്ച് ഓടുക. എവിടം വരെ നീ പോകും? സഹോദര, നിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ 150 അധ്യായങ്ങളോളമുള്ള ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് സങ്കീർത്തനങ്ങളെന്നാണ്. ആ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ ചമച്ചൊരു വ്യക്തിയാണ് ആര്? ദാവീദ്. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തന പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും അവിടെയും നിൻ്റെ സാന്നിധ്യം. പാതാളത്തിൽ പോയി കിടക്ക വിരിക്കാൻ തൻ്റെ ഇടമുണ്ടോ? പാതാളമെന്ന് എഴുതി വെച്ചാൽ തന്നെ പോരാട്ടമെന്ന് ചിന്തിക്കുന്നവരാ. അപ്പം അങ്ങനത്തെ ആളുകളാണ് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പറ്റും. പക്ഷേ തെസ്സലോനിക്കർ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും അധൈര്യമുള്ളവനാകരുത്, മറിച്ച് ധൈര്യമുള്ളവനായിരിക്കും. ഇസ്രായേൽ ജനത്തെ അവിടെ കനാൻ്റെ പടിക്കൽ കൊണ്ട് നിർത്തിയിട്ട് ഉറ്റുനോക്കി മടങ്ങി വന്നവർ കനാൻ്റെ ശക്തിയും വലിപ്പവും അവിടുത്തെ കരുത്തുമൊക്കെ വർണ്ണിക്കുമ്പോൾ 2 പേർ ആരൊക്കെയാണെന്നറിയാമോ? യോശുവയും. അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അവരെങ്ങനെയുമുള്ളവരാകട്ടെ, നമ്മെ നടത്തിക്കൊണ്ട് വന്നവനെ നിങ്ങളൊന്ന് സ്മരിച്ചേ. നമ്മളെങ്ങനെയാ വന്നത് ഇവിടെ വരെ? ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ ഭയന്ന് നിന്നില്ലേ? എന്താ സംഭവിച്ചത്? നമ്മുടെ മിടുക്കുകൊണ്ടാണോ? ചെങ്കടൽ 2ആയി മാറിയില്ലേ? ആരാ അത് ചെയ്തു തന്നത്? മരുഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടാണോ നമ്മൾ ഇത്രയും പേർ ആഹാരം കഴിച്ചതല്ലല്ലോ. നമുക്ക് ഒരു പണിയും ചെയ്യാതെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയില്ലേ? നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടിയില്ലേ? ആരാ നമുക്ക് തന്നത്? നമുക്കെന്താ യുദ്ധം അറിയാമായിരുന്നോ? അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ വിരലുകളെ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിച്ചതാരാണ്? ശത്രുക്കളെ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭമാക്കി കളഞ്ഞതാരാണ്? അവൻ സകലരേക്കാളും വലിയവൻ നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നാം അവിടെ കടക്കുക തന്നെ ചെയ്യും. ഉൾക്കരുത്തു നഷ്ടപ്പെട്ടവരെ യോശുവ ധൈര്യപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? ഉൾക്കരുത്തു നഷ്ടപ്പെട്ടവരെ യോശുവ ധൈര്യപ്പെടുത്തി. അവിടെ പ്രായപൂർത്തിയായ 2 പേരെ കയറിയുള്ളൂ. ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടത് അവർക്ക്. പക്ഷേ യോശുവയുടെയും കാലേബിൻ്റെയും വാക്കുകളോട് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ആ ഭാഗം പഠിച്ചാൽ അറിയാം, യോശുവയ്ക്കും കാലേബിനും നേരെ അവർ കല്ലെടുത്തെന്ന എറിയാൻ. ഞങ്ങളെ അവിടെ കൊണ്ട് നശിപ്പിക്കാൻ നോക്കുകയാണോ? നീ അങ്ങനെ പറയും. 10 പേര് പറയുന്നതാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? 2 പേര് ഭൂരിപക്ഷം പറയുന്ന എന്തുവാ? അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇന്നത്തെ ആത്മീയ ലോകത്തും ഭൂരിപക്ഷം പേരും പറയുന്നത് ബന്ധനമാണ്, പോരാട്ടമാണ്, കൂടോത്രമാണെന്നാണ്. 1-2 പേര് മാത്രം പറയുന്നത് കേട്ട് വിശ്വസിച്ച് നമുക്ക് ഇറങ്ങിച്ചിരിക്കാൻ പറ്റുമോ? എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കിടക്കും. അപ്പം ഇവിടെ തിരുവെഴുത്ത് നമ്മളെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉൾക്കരുത്തില്ലാത്തവരെ
ധൈര്യപ്പെടുത്തണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. നമുക്കതിൻ്റെ ഒരു 3 പോയിൻ്റാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം കാണുന്ന ഒരു പദം തന്നെ ധൈര്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഭയപ്പെടരുത്, അല്ലെങ്കിൽ ഉറപ്പുള്ളവനായിരിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് നമ്മൾ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുഞ്ഞിനോടാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുനാൾ പോലെ നമുക്ക് പലപ്പോഴും പല കാര്യത്തിനും കഴിവ് നഷ്ടപ്പെടുന്നത് അവിടെയാണ്. നമ്മളെ ആരൊക്കെയോ ഭയപ്പെടുത്തി, പഠിക്കുന്ന കാര്യത്തിലും ഭയപ്പെടുത്തി. ഭയം കയറി കഴിഞ്ഞാൽ ഈ സാറന്മാർ തല്ലിപ്പഠിപ്പിച്ച് നന്നാക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം പിള്ളേരെ നിങ്ങൾ നോക്കിയോ, അവർ നന്നാകാൻ പാടാം. 1-ാം ക്ലാസ്സിൽ പഠിച്ചത് തെറ്റി, നല്ല അടി കെട്ടി, പിന്നെ പഠിക്കാൻ ധൈര്യം പോരാ, വീണ്ടും തെറ്റി, വീണ്ടും അടി കിട്ടി, വീണ്ടും തെറ്റി, വീണ്ടും കെട്ടി. 2-ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധിയുള്ള കുഞ്ഞ് എന്നാ ചെയ്യാമെന്നറിയോ? ഇച്ചിരി പുറമോട്ട് മാറിയെങ്കിരിക്കും, മുന്നിൽ ഇരിക്കത്തില്ല. കാര്യം അടി ആദ്യം പുറമോട്ടിരിക്കും. 4-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ പുറമോട്ട് വരും. വേറൊരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ ഈ കുട്ടിയുടെ ഇരിപ്പ് പിന്നെ എവിടെ ആയിരിക്കും എന്നറിയാവോ? ബാക്ക് ബെഞ്ചിലായിരിക്കും. കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് ഈ ബാക്ക് ബെഞ്ച് സംവിധാനം ഇല്ലാതാക്കാൻ പോയി. ബാക്ക് ബെഞ്ചിനൊരു പ്രശ്നമുണ്ട്. ഈ ബാക്ക് ബെഞ്ച് മിക്കവാറും ഇരിക്കുന്ന ആരായിരിക്കും എന്നറിയാമോ? അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കാൻ ഉൾക്കരുത്തില്ലാത്ത വിദ്യാർത്ഥികളായിരിക്കും എവിടെ പോയിരിക്കുക? ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുക. അതിന് അങ്ങനെ വളർന്നു വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏത് പ്രോഗ്രാം നടത്തിയാലും, അതിന് രാഷ്ട്രീയക്കാരുടെ മീറ്റിംഗ് ആകട്ടെ, സാമൂഹ്യ പ്രവർത്തകരുടെ മീറ്റിംഗ് ആകട്ടെ, ഇനിയല്ല അതിനകത്ത് അപ്പുറത്ത് ആത്മീയരുടെ മീറ്റിംഗ് ആകട്ടെ, ഇവർ വന്നാൽ എവിടെ പോയിരിക്കത്തുള്ളൂ? പുറകിൽ പോയിരിക്കുകയുള്ളൂ. പിന്നെ പ്രാസംഗികൻ അവരെ വഴക്ക് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചുമൊക്കെ വേണം പിടിച്ച് മുന്നേ കൊണ്ട് സന്തോഷത്തോടെ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ കുറച്ച് പേരായിരിക്കും. പക്ഷേ അവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. ഇംഗ്ലീഷിൽ അതെന്തോ പറയുന്നത്? സെൽഫ് കോൺഫിഡൻസ് അല്ലേ? സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി എപ്പോഴും എന്ത് ചെയ്യുന്നറിയും? ഉൾവലിയാൻ നോക്കും, പുറമോട്ടിരിക്കും. ഇവിടെ കൺവെൻഷൻ നടത്തിയെന്നേ, ഞങ്ങൾ ഇന്നലെ പാലിയേറ്റീവിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. പാലിയേറ്റീവിൻ്റെ ഒരു മീറ്റിംഗ് എന്നേ നല്ലൊരു പങ്ക് ആളുകൾ വരുന്നവർ എവിടെ ഇരിക്കുന്നതെന്നറിയോ? ബൈക്കിലെ പോയിരിക്കത്തില്ല. ചില ആളുകൾ മാത്രം ഏറ്റവും മുന്നിൽ വന്നിരിക്കും. അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. കാരണം ചെറുപ്രായം മുതൽ ഒറ്റപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന പല അനുഭവങ്ങളുണ്ടായി കാണും. അത് കാരണം ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നറിയോ? മുന്നിൽ കയറി ഇരിക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഇത്തിരി ഇരിക്കണം, പങ്കെടുക്കണം, കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പുറകിലിരുന്നോളാം എന്ന് പറഞ്ഞാൽ അത് സ്വയം പുറമോട്ട് വലിപ്പിക്കുന്ന ഒരു രീതിയായി മാറും. അങ്ങനെയല്ല. നിങ്ങളുടെ വാക്കിലും പെരുമാറ്റത്തിലും ഇത് മാറ്റിയെടുക്കണം. നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളോട് ഇടപെടുന്ന വ്യക്തികൾ ആത്മവിശ്വാസമുള്ളവരായി മാറണം. നിങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഒരാത്മവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി മാറണം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന മരുമകൾ ആരുമായിക്കോട്ടെ, XOR ആരുമായിക്കോട്ടെ, നിങ്ങളോട് ഇടപെടുന്നവരാരുമായിക്കോട്ടെ, ആത്മവിശ്വാസമുള്ളവരായി മാറണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറവുകളുള്ളതായിരിക്കാം, പക്ഷേ ആ കുറവുള്ള വ്യക്തിക്ക് നിങ്ങളുടെ വാക്കുകൾ ആത്മവിശ്വാസം പകർന്നാൽ പിന്നെ കുറവുള്ള വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്ന ആരെയായിരിക്കും അറിയാമോ? നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ, അതായിരിക്കും അവർ എപ്പോഴും ഏറെ ആഗ്രഹിക്കും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് 1-2 പോയിന്റിലേക്ക് പോകാം. യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4-ന്റെ 15 മുതൽ 18 വരെ. യേശു ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവിധം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ, ആ ഭാഗം നിങ്ങൾ എത്ര പേര് അതിൻ്റെ പ്രസക്തി ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വേദഭാഗം ധ്യാനിച്ചപ്പോഴാണ് എനിക്കിതിനകത്ത് ചില അന്തർഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ, ഗുപ്തമായിരിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഭാഗത്ത് ഞാൻ തന്നെ വായിക്കാം. അവിടെ പറയുന്നത് നിങ്ങൾ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുക എന്നല്ല, സ്വീകരിക്കുക. ഇത് നമ്മൾ നേരത്തെ വേറൊരു ഭാഗത്തും പഠിച്ചിട്ടുള്ള. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പോൾ ഞാൻ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതല്ല, വിശ്വസിക്കുന്നതുകൊണ്ട് പ്രവൃത്തിയില്ല എങ്കിൽ ആ വിശ്വാസം വെറും നിർജീവം മാത്രമാണ്. പിശാചും വിശ്വസിക്കുന്നുണ്ട് യേശു ദൈവപുത്രൻ എന്നല്ലേ. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പാൻ വന്നതെന്ത് എന്ന് ലഘ്യോം ബാധിച്ചവൻ യേശുവിനോട് നേരിട്ട് ചോദിച്ച രംഗമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നുണ്ട്. അതായത് ആ ഭാവം, ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഭാവത്തിലേക്ക് വന്നു. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. നിങ്ങളിനി ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവല്ല നിങ്ങളിൽ വസിക്കുന്നത്.
അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം സ്വപുത്രൻ്റെ ആത്മാവിനെയാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ദൈവത്തിൻ്റെ മകനാ എന്ന ഉറപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഉള്ളത്തിൽ എപ്പോഴും ആരുണ്ടായിരിക്കും? ദൈവം ഉണ്ടായിരിക്കും. ദൈവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ആരുടെ ഉള്ളിലുണ്ട്? ദൈവത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് പറയുന്നത്, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിനും വസിക്കുന്നു. ഇനി അടുത്ത വാക്ക്, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ചുമ്മാ കടലാസിൽ എഴുതിയാണോ? നാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. അടുത്ത വാക്ക്, ദൈവം സ്നേഹം തന്നെ. വീണ്ടും പറയുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ സ്നേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ദൈവം എന്നിൽ വസിക്കുന്നതും ഞാൻ ദൈവത്തിൽ വസിക്കുന്നതും ഒരൊറ്റ കാരണത്താലാ. ആ കാരണം എന്താണെന്നറിയാമോ? സ്നേഹമാണ്. ദൈവത്തിന് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? എന്നിൽ വസിക്കുന്നത്. ഈ ചിലപ്പോൾ ടൗണുകളിലൊക്കെ ഇങ്ങനെ പോകുമ്പം ചില സഹോദരിമാരെ ഞാൻ കാണും. നല്ല സുന്ദരി പെങ്കൊച്ച, കാണാൻ നല്ല കൊച്ച, ഏതോ നല്ല വീട്ടിൽ. പക്ഷേ കൂടെ ഭർത്താവെന്ന് പറയുന്നവനെ കണ്ട കരിമാക്കം പോലെ എടുത്ത്, അയ്യോ ഇവളിവനെ എവിടെ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്ത്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ചില ആമ്പിള്ളേരുണ്ട്, നല്ല നല്ല ഗ്ലാമറാ, സിനിമാടന്മാർ തോറ്റു പോകും. പക്ഷേ അവൻ പോയി പ്രേമിച്ച് കൂടെ കൊണ്ടുവരുന്നിരിക്കുന്നത് കറുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മയുള്ള, സൗന്ദര്യം കുറഞ്ഞുള്ളത്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഇവൻ്റെ കണ്ണ് എവിടെ ആയിരുന്നു? അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? നിങ്ങൾ അവനോടൊന്ന് ചോദിച്ച്, അവൻ എന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ അല്ല എൻ്റെ കണ്ണ്, എനിക്ക് അവളെ ഇഷ്ടമായി. അത് സൗന്ദര്യം കുറഞ്ഞാലും കുറഞ്ഞില്ല, ഞാൻ അവിടെ സൗന്ദര്യം അല്ല നോക്കിയത്. ഇനി അവളോട് ചോദിച്ചേ, എനിക്ക് ഈ അച്ചാനെയാണ് ഇഷ്ടപ്പെട്ടത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവർ ഒരിക്കലും യോജിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മാച്ചിങ് അല്ലാത്ത രണ്ടുപേരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ മാച്ചിങ് അല്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സംഭവം എന്നറിയാമോ? അവരുടെ ഹൃദയത്തിലെ സ്നേഹമാണ്. പിടികിട്ടുന്നുണ്ടോ എന്ന്? ആ സ്നേഹമാണ് മാച്ചിങ് അല്ലാത്തവരെ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. മാച്ചിങ് അല്ലാത്തവർക്ക് പരസ്പരമുള്ള ആത്മവിശ്വാസവും ഒരാൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ അപകർഷതാബോധം വരും. പറഞ്ഞു പിടികിട്ടുന്നുണ്ടോ? ഓ, ഇവന് ഭയങ്കര സൗന്ദര്യമായി, എന്നെ കണ്ട ഏതാണ്ട് പോലെ ആയിരിക്കുന്നത്, ഇവൻ എന്നോട് സ്നേഹം കാണുമോ എന്നൊക്കെ പിന്നീട് ഇന്ന് ചിന്തിച്ച് പോകുന്നൊരു സ്ഥിതിയിലേക്ക് പോയിട്ട് പലരും വഴി അങ്ങനെ ഇതായിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടെന്നറിയോ? അവനിൽ നിന്ന് കിട്ടേണ്ട പെരുമാറ്റം, അല്ലെങ്കിൽ കിട്ടുന്ന പെരുമാറ്റത്തിലൂടെയാണ് അവളിലേക്ക് ഈ അപകർഷതാബോധം സന്നിവേശിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അവൾ തിരിച്ചറിയുകയാണ്, ഇവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ലോകരുടെ മുമ്പിൽ എല്ലാ ലോകരുടെ മുമ്പിൽ ഞാൻ വിരൂപയാണെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം നിമിത്തം എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ അവൻ്റേതാണ്. ഞാൻ പറഞ്ഞ പടി കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ അപകർഷതാബോധം ഉള്ളത്തിൽ നിന്ന് മാറ്റി ആത്മവിശ്വാസത്തിൽ ഉറപ്പിച്ച് ഉൾക്കരുത്തുള്ളവളാക്കി ഇവളെ നിർത്തുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം, അല്ലെങ്കിൽ പിന്നിലെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവനിൽ നിന്ന് ഇവളിലേക്ക് പ്രവഹിക്കപ്പെടുന്ന സ്നേഹം തന്നെയാണ്. പിടി കിട്ടുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? ഇനി വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അവിടെ ഒരു പ്രയോഗം, സ്നേഹത്തെ നാം അറിഞ്ഞും രണ്ടാ. അറിഞ്ഞും വിശ്വസിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസമാണ്. നമുക്ക് ദൈവത്തെക്കാട്ടി കൂടുതൽ വിശ്വാസം ഉമ്പാക്കിയ അല്ലേ? അവിടെ ഉമ്പാക്കിയുണ്ട്, അവിടെ പ്യായുണ്ട്, അതിലെ പോരുത്, അവിടെ ഭയങ്കര പോരാട്ടമുണ്ട്. അവിടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവം ഉണ്ടെങ്കിലും അവിടെ എന്തോ ഉണ്ട്? അവിടെ ഭൂതമുണ്ട്. രാത്രിയിലേ അതുവഴി പോകരുത്, കാവിൻ്റെയിലേ അവിടെ വലിയൊരു പോരാട്ടമുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊരു കർത്താവ് നിൻ്റെ കൂടെ അല്ലേ, നീയും ധൈര്യമായിട്ട് പോടാവുകയെ. എന്നാലും അവിടെ ചിലപ്പോൾ കർത്താവ് ഉണ്ട്, എന്നാലും അല്ലേ നമുക്ക് കർത്താവിനെക്കാട്ടി കൂടുതൽ വിശ്വാസം അറിയാം. എന്താ കാര്യം എന്ന് പറയുക? കുഞ്ഞുനാൾ നമ്മുടെ അപ്പനെ അമ്മയും നമ്മളെ വളർത്തേണ്ട കുഴപ്പമാണ്. മോനെ അങ്ങോട്ട് പോലെ ഉടുമ്പാക്കിയുണ്ട്. അപ്പനെ വിശ്വാസം, അമ്മയെ വിശ്വാസമാണ്. കുഞ്ഞതുകൊണ്ട് എന്ത് വിശ്വസിച്ചു? അവിടെ ആരുണ്ട്? അങ്ങനെ സംഗതി ഉണ്ടോ അവിടെ? കുഞ്ഞിനെ വളർത്തുന്നത് തന്നെ കള്ളം പറഞ്ഞ് അവൻ്റെ ഉൾക്കരുത്ത് നഷ്ടപ്പെടുത്തിയ പല മാതാപിതാക്കളും മക്കളെ തന്നെ വളർത്തുന്നത്. മക്കളെ യഹോവ തന്ന അവകാശമാണ്. അവരെ കർത്താവിൻ്റെ ധൈര്യത്തിലാണ് വളർത്തേണ്ടത്. നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടുത്തരുത്. ബാക്കിയുണ്ട്. അത് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെന്തക്കോസുകാർ എന്ത് ചെയ്യുന്നറിയാം? കുഞ്ഞുങ്ങളെ കൊണ്ടത് ദൈവത്തിനങ്ങ് പ്രതിഷ്ഠിക്കും. എന്നാ വിളിച്ചോ, നീ നോക്കൂ. ശിശുപ്രതിഷ്ഠ എത്ര
വചനവിരുദ്ധമായ തന്ത്രപരമായ ഒരു ദുരുപദേശമാണെന്നറിയാമോ? ഞാൻ നിന്നെ ഏൽപ്പിച്ചതിനെ നീ ഇപ്പം തിരിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുക, ഞാൻ നടത്തിക്കോളാൻ. ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മനസ്സിൽ ചിന്തിച്ച, മക്കളില്ലാതെ കിടന്ന് കരയുമായിരുന്നു. അവർക്ക് ഞാനൊരു കൊച്ചിനെ കൊടുത്തു, അവർ രണ്ടുപേരും കൂടെ അതിനെ വളർത്തട്ടെ, ഉപദേശവും കൊടുത്തു. ആ ചർച്ചിൽ പിന്നെ ഉപദേശമില്ല, പല സഭയിൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഉൾക്കരുത്തില്ലാത്ത കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തണം, കുഞ്ഞുങ്ങളെ അധൈര്യപ്പെടുത്തണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചു. പക്ഷേ ഒരു മാസം കഴിഞ്ഞില്ല, അവർ ആ കൊച്ചിനെ കൊണ്ടുവന്ന് പാസ്റ്ററുടെ കൊടുത്തിട്ട് നാട്ടുകാരെയും വിളിച്ച് എല്ലാവർക്കും കാപ്പിയും മേടിച്ച് കൊടുത്തേച്ച് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുവാണ്, നീ എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്ന് എനിക്ക് തരുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, പിടി കിട്ടുന്നുണ്ടോ? വിരോധാഭാസമായ കാര്യം മനസ്സിലാകുന്നുണ്ടോ? പ്രിൻസിന് ഞാൻ 4 പശുക്കളെ കൊടുത്തു. ഞാൻ കൊടുത്ത 4 പശുക്കളെ. പ്രിൻസ് അതിൽ ഒരു പശുവിനെ കൊണ്ടുവന്ന് എനിക്ക് പ്രതിഷ്ഠിക്കുക, അതുകൊണ്ട് വലിയ കാര്യം ചെയ്തോല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അതല്ലേ നമ്മൾ ചെയ്യുന്നേ? ഈ തെങ്ങ് മുഴുവൻ സൃഷ്ടിച്ച ആരാ? ആ തെങ്ങിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? സൂര്യനെ സൃഷ്ടിച്ച് നമുക്കെല്ലാം പ്രകാശം തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് മെഴുകുതിരി കത്തിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇടി മുഴക്കി വിറപ്പിക്കുന്ന ദൈവത്തിന് പടക്കം പൊട്ടിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ സമസ്ത മനുഷ്യരെയും ജനിപ്പിക്കുന്ന ദൈവത്തിന് നമുക്ക് തന്നൊരു കൊച്ചിനെ കൊടുത്ത് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ എടുക്കരാ. നമ്മൾ വിളക്ക് കത്തിക്കുന്നവരെയും മെഴുകുതിരി കത്തിക്കുന്നവരെയും നമ്മൾ പടക്കം പൊട്ടിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്നവരെയൊക്കെ നോക്കി ഈ ചോദ്യം ചോദിക്കും. എടാ, ദൈവത്തിന് നിൻ്റെ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ടോ? ദൈവമല്ലേ ഇതെല്ലാം? അവരെ നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ നമ്മൾ എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് അവകാശമായി തന്ന കുഞ്ഞിനെ, നമുക്ക് വളർത്താൻ തന്ന കുഞ്ഞിനെ നമ്മൾ കൊണ്ട് ദൈവത്തിന് ഇതൊരു വിവരക്കേടാ. എന്നിട്ട് പ്രതിഷ്ഠിച്ചിട്ട് അടുത്ത പണി എന്നാ? എന്നാൽ ശരി, നീ എനിക്ക് പ്രതിഷ്ഠിച്ചല്ലോ, ഇനി നീ ഇവനെ ഉപദേശിക്കണ്ട, നിന്നെ തന്നിട്ട് നിനക്ക് പറ്റത്തില്ല, നീ എന്നെ ഏൽപ്പിച്ചല്ലോ, ഇനി ഞാൻ ഇവനെ പഠിപ്പിച്ചോളാം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവനോട് പറയാവൂ. പറ്റുമോ എനിക്ക്? ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന ഇടത്തിൽ കൊണ്ടുകൂടെ എന്ന് ദൈവം പറയാം. നീ എനിക്ക് പ്രതിഷ്ഠിച്ച കൊച്ചാണല്ലോ, നീ വളർത്തിയാൽ ശരിയാകത്തില്ല. നീ നുണ പറയും കൊച്ചിനോട്. കൊച്ച് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നീ ഇന്നലെ പറഞ്ഞു അവിടെ ഉമ്പാക്കിയുണ്ട്. ആരാണോ ഉമ്പാക്കി? നീ കണ്ടിട്ടുണ്ടോ ഉമ്പാക്കിയെ? എന്ന് ദൈവം അവിടെ നിന്ന് ചോദിക്കുന്ന വിവരം ഇയാൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാളെ ഇത് കേൾപ്പിക്കാൻ ഇവിടുത്തെ ഉപദേശി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഇല്ലാത്ത ഉമ്പാക്കിയുടെ കഥ പറഞ്ഞ് നമ്മളെ വിരട്ടുകയും നമ്മളെ കൊണ്ട് ദൈവത്തിനെ ഏൽപ്പിച്ചു എന്ന് പറയുകയും എന്നിട്ട് അവസാനം കുറച്ചായി കഴിയുമ്പോൾ നമ്മളോട് തന്നെ പറയും, മക്കളെ നീ പ്രാർത്ഥിച്ചോ, ദൈവം കൂടുണ്ട്, പ്രാർത്ഥിച്ചോ, സ്വപ്നം കാണാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി മോനെ, വേദോസം പ്രാർത്ഥിച്ചിട്ട് വായിച്ചിട്ട് കിടന്നാൽ മതി മോനെ. എന്നിട്ട് അതേ കൊച്ചിൻ്റെ അടുക്ക തന്നെ അടുത്ത ദിവസം അവിടുത്തെ ഭൂതക്കഥ, ഇവിടുത്തെ ഭൂതക്കട, അവിടെ അത് ഇത് പറയുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ അത് മനസ്സിലാകുന്നുണ്ടോ? എത്ര വിചിത്രമായിട്ടാണ് തലമുറകളെ വളർത്തുന്നത്. ഉൾക്കരുത്ത് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നവനെ ധൈര്യപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം. മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും വസിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹനിമിത്തമാണ്. ആ സ്നേഹത്തെ ഞാൻ വിശ്വസിക്കുകയല്ല, ഞാൻ അറിഞ്ഞു വിശ്വസിക്കുക. ഒന്നുകൂടി ആ വാക്യം വായിച്ചേ. ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അല്ലല്ല, 16-ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ആരും വാക്കുകൊണ്ട് പറഞ്ഞിട്ട്, ഞാൻ ചോദിക്കുന്ന കുഞ്ഞുനാൾ മുതൽ നമ്മൾ ദൈവത്തെക്കുറിച്ചും കേട്ടു, ഉമ്പാക്കിയെക്കുറിച്ചും കേട്ടു. 25 വയസ്സ് 27-ാമത്തെ വയസ്സിലാണ് ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം. എനിക്ക് ചെറുപ്പം മുതലേ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുമുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്, പുറകിൽ പോയിട്ടുണ്ട്. പക്ഷേ ശരിക്കും ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചത് 27-ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ കാരണം ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു. അസാധ്യമായൊരു കാര്യത്തിൽ എൻ്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, നിന്നിൽ എത്ര കുറവുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു ദൈവം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ദൈവത്തെ വിശ്വസിച്ചത് അവൻ്റെ സ്നേഹത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിടത്തുനിന്ന്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അപ്പം നിങ്ങൾ മറ്റുള്ള ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞാൽ ചുമ്മാ അത് പോയി വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഞാൻ ഈ പറഞ്ഞു വയ്ക്കാം. അടുത്ത വിശദീകരണം വരുമ്പോൾ മനസ്സിലാവും. അടുത്ത വായിച്ചേ. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ, ശ്രദ്ധിക്കണം, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ ആയിട്ട് അപ്പനിങ്ങി വരട്ടെ. നിനക്ക് വെച്ചിട്ടുണ്ട്, തോറ്റു തുന്നം പാടിയില്ലേ? എത്ര രൂപ ട്യൂഷൻ ഫീസ് കൊടുത്തു? ചോദിക്കുന്നതെല്ലാം മേടിച്ച് തന്നിട്ടില്ലേ? എന്നിട്ട് ആന മുട്ടയും മേടിച്ചുകൊണ്ട് വന്നിരിക്കുക. ആയിട്ട് അപ്പനിങ്ങി വരട്ടെ.
അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ അടുത്ത ന്യായവിധിയുടെ സമയം വൈകിട്ട് 5:30 ഉണ്ടാവും വീട്ടിൽ. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. 5:30 പപ്പ ജോലി കഴിഞ്ഞ് വരും. അപ്പോൾ ആ സമയം എന്നാണ് പറയുന്നത്, ആ സമയമാണ് എൻ്റെ ചെറിയ പ്രായത്തിലുള്ള ന്യായവിധി സമയം. നോക്കിയിരിക്കുക, അപ്പം വരുമ്പോൾ എങ്ങനെയായിരിക്കും ന്യായം വിധിക്കുക? ഓ, പൊട്ടിക്കും, എന്തായാലും അടികൊള്ളും, ഉറപ്പാണ്. ഇന്നത്തെ ദിവസം പോയി. അപ്പം വരുന്ന വഴിക്ക് അങ്ങനെ അങ്ങ് തീർന്നിരുന്നത് നല്ലതായിരുന്നു തോന്നി. വന്നു, കഥ പറഞ്ഞു, പിടിച്ചു നിർത്തി, പൊട്ടിച്ചു, കുറേ നേരം സഹിച്ചു, കുറേ നേരം കരഞ്ഞു, പിന്നെ മറന്നു. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് ഇത് തന്നെ, മാറ്റമൊന്നും ഉണ്ടായില്ല, പിടികിട്ടുന്നുണ്ട്. അതേസമയം ഈ ഭയപ്പെടുത്തിയ അനുഭവം ഒരാളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം ആ ന്യായവിധി നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷേ വൈകിട്ട് വന്ന അപ്പൻ എന്നോട് പറയുക, മോനെ നീ എന്തിനാടാ പേടിക്കുന്നത്, സാരമില്ലടാ, ഞാനും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നടാ, എനിക്കും ഇത്രയും പോലും മാർഗ്ഗമൊന്നും കിട്ടിയിട്ടില്ല, നീ അതിനെക്കാട്ടി മേടിച്ചല്ലോ, നീ ഒന്നുകൂടെ ശ്രമിച്ചാൽ നിനക്ക് കുറച്ചുകൂടെ മാർഗ്ഗം മേടിക്കാൻ കിട്ടും കേട്ടോ, വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ ഒന്ന് തട്ടി ഒന്ന് ധൈര്യപ്പെടുത്തിയിരുന്നെങ്കിൽ ആ നിമിഷം മുതൽ പുസ്തകമെടുത്ത് ഒന്നുകൂടി പഠിക്കാനുള്ള വാശി എനിക്കുണ്ടാകുമായിരുന്നു. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ കുഴപ്പം കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടെ. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മേൽഭാഗമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപിയും അഭക്തനും ശത്രുവും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മെ സ്നേഹിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പിതാവിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി പിതാവ് സ്വപുത്രനെ തന്നെ നമുക്ക് വേണ്ടി ബലിയാകേണ്ടതിന് ഏൽപ്പിച്ചു തന്ന് ഈ ചരിത്രമെല്ലാം വർണ്ണിച്ചു പഠിപ്പിച്ചിട്ട് വരികയാണ്. ആ സ്നേഹം നമ്മൾ അനുഭവിക്കുക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ സ്നേഹം യോഹന്നാൻ്റെ 3-ാം ലേഖനം, ചിലപ്പോൾ നമ്മൾ 4-ാം ലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് തന്നതുകൊണ്ടാണ് നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ആ സ്നേഹം ഞാൻ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പം അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു ഉറപ്പ് കിട്ടിയത്. ആ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് എനിക്കിപ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം കിട്ടിയത്. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഭയപ്പെട്ടിരിക്കുന്നവനെ നിങ്ങൾ പോയി ഒന്നുകൂടി ഭയപ്പെടുത്താതെ അവനെ ധൈര്യപ്പെടുത്തിയാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? അവൻ ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ വന്ന് നിൽക്കാൻ ഉത്സാഹമുള്ളവനായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? നമുക്ക് ന്യായവിധി ദിവസമെന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് ഭയമാണോ ഇപ്പോഴും? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ന്യായം വിധിക്കുമ്പോൾ നിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ, പണ്ട് ഈ ഞങ്ങൾ ബൈബിൾ കോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല ഉപദേശിമാരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ബൈബിൾ കോളേജ് പഠിക്കുമ്പം ഈ ചാപ്പൽ സർവീസിൽ എൻ്റെ കൂടെ കണ്ണൂരുള്ളൊരു സഹോദരനുണ്ട്. RSSകാരനായിരുന്നു, രക്ഷിക്കപ്പെട്ട് ഹിന്ദു ആയിരുന്നു, രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് അങ്ങനെ എൻ്റെ കൂടെ പഠിക്കാൻ വന്ന് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുക. ചാപ്പലിലിരിക്കുമ്പം ചാപ്പലിന് അവിടെ നിന്നൊരു പ്രസംഗം, മഹാപുരോഹിതനായ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ നോക്കി അപവാദം പറയുവാൻ പിശാച് ധൈര്യപ്പെട്ടെങ്കിൽ നിന്റെ കാര്യമോ? അവൻ നിന്റെ കാര്യത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട് പിശാച് എന്ത് ചെയ്യും? അത് മുഴുവൻ വിളിച്ചു പറയും. ഇതെല്ലാം മറന്നിക്കിപ്പോൾ നീ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും നിന്റെ സകല ക്രമക്കേടും സ്ക്രീനിൽ തെളിയുന്നത് പോലെ തെളിഞ്ഞു വരും. അയ്യോ, അത് കേൾക്കുമ്പോൾ ഒരു ഭയം ഒന്ന് ആലോചിച്ച് നോക്കി. ആരും അറിയാതെ ചെയ്തതും ഹൃദയത്തിൽ ചിന്തിച്ചതുമെല്ലാം എൻ്റെ തമ്പുരാനെ. മഹാപുരോഹിതനായ യോശുവയ്ക്ക് മോചനം കിട്ടിയില്ല. യോശുവയുടെ മുഷിഞ്ഞ പത്രത്തെ നോക്കി പിശാച് അപവാദം പറഞ്ഞു. അയ്യോ, അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ എന്താ? ഞാൻ മഹാപുരോഹിതൻ പോയിട്ട് ദൈവത്തിൻ്റെ 7 വെട്ടത്ത് വന്ന് നിൽക്കാൻ യോഗ്യനല്ലാത്ത എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന ഭയാശങ്ക ഈ സഹോദരൻ്റെ ഉള്ളം ഒന്ന് കിടുങ്ങി. എന്നോട് ഈ സഹോദരൻ പറയും, അച്ചായ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അങ്ങ് ചെല്ലുക അച്ചായ, അവിടെ എങ്ങനെ പോയി നിൽക്കുക അച്ചായ? എനിക്ക് ഈ സഹോദരൻ, ഞാൻ ഒരു സഹോദരൻ ആ പുള്ളി അങ്ങനെ പ്രസംഗിച്ചോട്ട് സഹോദരനെ വാക്കിയെടുത്ത് വായിക്കാൻ പോയി. ബൈബിളിൽ ആ വാക്യമെടുത്ത് വായിക്കാൻ നേരെ പോയി സക്കറിയാവിൻ്റെ പുസ്തകം എടുത്ത് 3-ാം അധ്യായം വായിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വേണേ ഒന്ന് വായിച്ചു നോക്കിയോ എന്താ എഴുതിയിരിക്കുന്നത്? താഴോട്ടൊന്ന് വായിച്ചേ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം ഒന്ന് വായിച്ചേ. അനന്തരം അവൻ എനിക്ക്, സക്കറിയ പ്രവാചകന് ദർശനം കാണിച്ചു കൊടുക്കുക. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത്, യഹോവയുടെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുന്നതും. ഒരു മിനിറ്റ്, ഈ സാധനം എടുത്താൽ അവിടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചേ, ചെറിയ മൈക്ക് ആ ചെറിയ ഒന്നുകൂടെ അവിടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ.
അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അവന്റെ വലത്തുഭാഗത്ത് സാത്താൻ കുറ്റം ചുമത്താൻ എവിടെ വന്ന് നിൽക്കുക? യോശുവയുടെ വലത്തുഭാഗത്ത്. എവിടെയാ സ്ഥലം? എവിടെയാണെന്നറിയോ? ദൈവത്തിന്റെ മുമ്പിൽ. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഈ സഹോദരനോട് സഹോദരാ സാത്താൻ വല്ലതും പറഞ്ഞു. സാത്താൻ വന്നതൊക്കെ ശരി, എന്തിനാ വന്നേ? കുറ്റം ചുമത്താനാ വന്നത്. കുറ്റം ചുമത്തിയോ? ഇല്ല. ചുമത്തി എന്ന് പറഞ്ഞ ഉപദേശിമാർ ജനത്തെ പേടിപ്പിക്കുന്നേ, ഉള്ള ഉൾക്കരുത്തൂടി ഇല്ലാതാക്കും. അതാണ് നമ്മുടെ പല പുള്ളികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം നേരെ തിരിച്ചാ. ഇവൻ ചുമത്താൻ തുടങ്ങിയാൽ ഇവൻ്റെ ഏപ്പാടും. ആരുടെ? യോശുവയുടെ ഏപ്പാടും. കുറ്റം ചുമത്താൻ വാ പൊളിച്ചു തുടങ്ങി. നമുക്കറിയാമല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ ക്രമക്കേട് കാണിക്കുമ്പം എൻ്റെ പെങ്ങൾ പറയും, ഞാനിത് പപ്പായോട് പറയും, ഉറപ്പായിട്ട് പറയും, ഞാനിത് പപ്പായോട് പറയും. എടി പറയലടി, നാളെ മുട്ടായി മേടിച്ചാലടി, ഇനി ഞാൻ ചെയ്യത്തില്ലടി. ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ മുട്ടായും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഉറപ്പായിട്ട് പറയും. പെങ്ങൾ എന്നോട് പറയാം കുഞ്ഞുനാളിൽ. ആയിട്ട് അപ്പം വന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഇവളെ നോക്കുക, ഇവളപ്പൻ്റെ അടുക്ക ചെന്ന് നിൽക്കുന്നുണ്ടോ, ഇവൾ അപ്പൻ്റെ അടുക്ക സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്ന് കാണുമ്പോഴേ ഞാൻ ഇവിടുന്ന് ഓടും. പേടിയാ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക, ഇവളിങ്ങനെ കണ്ണ് കാണിക്കാം, ഇപ്പം പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അനുഭവിച്ച മാനസികത. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പറയുന്നതിന് മുമ്പ് അപ്പൻ എന്താ പടി ഇവിടെ നിൽക്കുന്നത്, പോയിരുന്നല്ലോ പഠിക്കടി, രണ്ട് ചാടിയില്ല അവളെ. അയ്യേ, എനിക്കൊന്നൊരാശ്വാസം. അവളെ ഓടിച്ചപ്പം പിടികിട്ടിയ. ഇതൊക്കെ എൻ്റെ ഓർമ്മ വരുന്നത്. സാത്താൻ എൻ്റെ കുറ്റം ചുമത്താൻ വന്ന് നിൽക്കുക അവിടെ. അപ്പം സാത്താനോട് ദൈവം പറയുന്ന വാക്കാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വായിച്ചേ. യഹോവ സാത്താനോട്, സാത്താനെ, ഒന്ന് കേട്ടെ, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യഹോവയെ കൊണ്ട് യോശുവയെ ഭർഷിപ്പിക്കാൻ വേണ്ടിയാണ്, വഴക്ക് പറയിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ വന്ന് നിൽക്കുന്നത്. പക്ഷെ സാത്താൻ വാ പൊളിക്കുന്നതിന് മുമ്പ് ദൈവം ആരെ വഴക്ക് പറഞ്ഞു? സാത്താനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്തോ പറഞ്ഞെന്ന് നോക്കിയേ. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ, യെരൂശലേമിനെ ഞാൻ തെരഞ്ഞെടുത്തതാ, ആ യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? ഇവിടെ കിട്ടുന്നുണ്ടോ? യെരൂശലേമിനെ തെരഞ്ഞെടുത്ത ഞാൻ നിന്നെ ഭർഷിക്കുന്നു. ഈ പുരോഹിതനുണ്ടല്ലോ, ഇവൻ, ഈ യോശുവ, ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഇവനെ ഞാൻ തെരഞ്ഞെടുത്തതാ. ഇവനെ ഞാൻ എവിടെ നിന്ന് എടുത്തെന്നറിയോ? ഇവനെ ഞാൻ, അതുപോലുള്ള സ്ഥിതി, തീയിൽ നിന്നാണ് ഇവനെ ഞാൻ വലിച്ചെടുത്തത് എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, മനസ്സിലായോ? ഈ തീ നിൽക്കുന്ന അടുപ്പിൻ ചോട്ടി നിൽക്കുന്നവരുടെ വസ്ത്രം ഒന്ന് നോക്കണം. മുഴുവൻ മുഷിഞ്ഞ വസ്ത്രമായിരിക്കും. അവിടെ നിന്നാണ് ഇവനെ ഞാൻ പിടിച്ചോണ്ട് വന്നത്. യോശുവയുടെ വസ്ത്രം ആകെ എന്തുണ്ട്? അഴുക്കുണ്ട്. മുഷിഞ്ഞ വസ്ത്രം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കാര്യങ്ങളുണ്ട്, ഇവന് കുറവുണ്ട്, മുഷിഞ്ഞ വസ്ത്രമാണ്. പക്ഷേ യഹോവ പറയുക, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിഞ്ഞ് നിൽക്കുന്ന യോശുവയുടെ അടുക്കൽ യഹോവ പറയുന്നതായിട്ട് വായിച്ചു. ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളയുന്നു. പറഞ്ഞു മനസ്സിലായോ? യഹോവ അടുക്ക നിൽക്കുന്ന ദൂതന്മാരോട് പറയുകയാണ്, ഇവനിലെ മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളയുന്നു. സാത്താനെ, നീ എന്നാ വിചാരിച്ച എനിക്ക് ഇവനെ പറ്റി ഒന്നും അറിയത്തില്ലെന്നോ? നമ്മൾ പലപ്പോഴും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെന്ന് പറയുമ്പോഴേ നമ്മൾ ഒരാളുടെ ആരും ആരുടെ ഒന്നും കുറ്റം ഒന്നും ദൈവത്തിന് പറഞ്ഞു കൊടുക്കണ്ട. നീ പോലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ നിന്റെ കുറ്റം മറച്ചു വെച്ചാലും ശരി, തിരുവെഴുത്ത് പറയുന്നു, അവൻ്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും നഗ്നവും മലർന്നതുമായിട്ടായിരിക്കുന്നു, അവനോടാകുന്നു നമുക്ക്. എന്നിട്ട് അടുത്ത വാക്ക് അപ്പോസ്തലൻ എന്നാ പറഞ്ഞു? അതുകൊണ്ട് പേടിച്ച് മാറി നിൽക്കാനാണ് പറഞ്ഞത്. അല്ല, ധൈര്യത്തോടെ. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവൻ കൂടിയാവൻ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതൻ. അങ്ങനെയാണ് ആ അടുത്ത വാക്ക് നമുക്കവിടെ, അത് നമ്മൾ വായിക്കുന്ന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ പോയിന്റ്. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് പോകാം. 1 യോഹന്നാൻ 4 തന്നെ പോകാം. അപ്പം ഇവിടെ ന്യായവിധി ദിവസത്തിൽ നമുക്ക് നിൽക്കാൻ ഒരിത്തിരിയെങ്കിലും ധൈര്യം ഉള്ളിൽ ഉണ്ടാകുന്നെങ്കിൽ അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. ആ റീസൺ യേശുവിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ അറിഞ്ഞു എന്നുള്ളതുകൊണ്ട്. പിടികിട്ടുന്നുണ്ടോ? യേശുവിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ അറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ അപ്പൻ എന്നെ തല്ലിയിട്ടുണ്ട്, ഒരുപാട് തല്ലിയിട്ടുണ്ട്. എൻ്റെ അമ്മയും തല്ലിയിട്ടുണ്ട്, ഇഷ്ടം പോലെ തല്ലിയിട്ടുണ്ട്. പക്ഷേ ഈ തല്ലെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞിട്ട് വിഷമിച്ച് നിരാശപ്പെട്ട് എന്നെ ഇവർക്ക് ആർക്കും വേണ്ട, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച്, ഈ അപ്പൻ്റെ കൈ കൊണ്ട് തല്ലുകൊണ്ട് ഞാൻ ജാഗത്തുള്ളൂ, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അപ്പൻ അടുത്ത ദിവസം വൈകിട്ട്
ടിഫിൻ ബോക്സ് കൊണ്ട് കയ്യിലോട്ട് തരുന്നു. ടിഫിൻ ബോക്സിനകത്ത് ലഡു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ലഡു മേടിച്ചുകൊണ്ട് തരിക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പൻ എന്നോട് സ്നേഹമുണ്ട്. ഇന്നലെ എന്നെ തല്ലിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പൻ എന്നോട് വെറുപ്പാണെന്ന്. ഇപ്പം ലഡുവും മിഠായിയും ഒക്കെ കൊണ്ടു തന്നപ്പോൾ എനിക്കെന്തോ മനസ്സിലായി, അപ്പൻ എന്നോട് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ പപ്പായ എന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ അടുത്ത ദിവസം 4 മണിയാകുമ്പം പപ്പ വരാൻ കാത്തിരിക്കുക. മിനിഞ്ഞാന്ന് പപ്പ വരരുതേ എന്ന് പ്രാർത്ഥിച്ച ഞാനിപ്പോൾ ഇന്നലെ ലഡു ആയിട്ട് കൊണ്ടു തന്നപ്പോൾ അടുത്ത ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ആഗ്രഹിക്കുന്നത്, പപ്പ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഇവിടെ ഇടുന്നു. എൻ്റെ ചെറുപ്പത്തിലെ അനുഭവമാണ് ഞാനീ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുവാൻ, അതെ അവൻ നമ്മളെ സ്നേഹിച്ചു, അത് തന്നു കഴിഞ്ഞു, അതൊന്ന് ശ്രദ്ധിക്കുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ സമൂഹത്തോട് യോശുവ പറഞ്ഞൊരൊറ്റ കാര്യമാ, ചെങ്കടൽ വറ്റിച്ചതൊന്ന് ഓർത്തു നോക്കിക്കേ, മരുഭൂമിയിൽ നിങ്ങൾക്ക് മന്ന തന്നതൊന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ പട്ടുപോകേണ്ട നിങ്ങളെ ജയാളികളായി നടത്തിക്കൊണ്ടുവന്നൊരു ശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് ഓർത്തു. അതൊക്കെ ഓർത്താണ് യോശുവ ബലപ്പെട്ടത്. അപ്പം ഭയത്തെ അതിജീവിക്കുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ, സ്നേഹമാണ്. അപ്പോൾ ഉൾക്കരുത്തില്ലാത്തവർ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയം ഉടലെടുത്താൽ, നമ്മുടെ ഉള്ളിന് കരുത്തില്ലാതെ വന്നാൽ അവനെ ബലപ്പെടുത്താൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവനെ സ്നേഹിക്കുക. സ്നേഹം കൊണ്ട് മാത്രമേ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ധൈര്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. 1 യോഹന്നാനിലെ ഈ വാക്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ് അവൻ്റെ സ്നേഹത്തെ ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. നമുക്ക് ഉള്ള പ്രിയപ്പെട്ടവർ നമ്മളെ വിശ്വസിക്കുന്നതേ ഉള്ളൂ, നമ്മളെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ആ പുള്ളിയെ അറിയാൻ വയ്യാത്തതുകൊണ്ടാ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം, ഒരുപാട് അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിന്നെക്കുറിച്ച് ആ ആള് പറയാൻ തയ്യാറാവും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? പ്രസന്നൻ മാസ്റ്റർ, പുള്ളി നല്ല മനുഷ്യൻ കേട്ടോ, പാവം നല്ല മനുഷ്യൻ. ഫസ്റ്റ് നല്ല മനുഷ്യൻ. നിനക്ക് ആ പുള്ളിയെ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആരാ മോനെന്നറിയോ? അടുത്ത കൈക്ക് ഉപ്പ് തയ്ക്കുന്നവനല്ല, തക്ക ആരുക്കനാ. അത് നീ ചുമ്മാതിരി, നീ ആ ഭാഗമൊന്നും പറയണ്ട. എനിക്ക് ആ മനുഷ്യനെ നന്നായിട്ടറിയാം. ഞാൻ ഇന്ന സാഹചര്യങ്ങളിൽ ഇന്ന അവസ്ഥയിലായപ്പോൾ എനിക്ക് വേണ്ടി ഓടി വന്ന് എല്ലാം ചിലവിട്ട ആ മനുഷ്യനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് നീ ഇനി എത്ര നെഗറ്റീവ് പറഞ്ഞാലും എൻ്റെ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് പറഞ്ഞ് ഇനി നേരെ തിരിച്ച്, അങ്ങനാണോ, പുള്ളിയുടെ വാക്കൊക്കെ കേട്ടാൽ ഭയങ്കര സ്നേഹം, സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, നല്ലതാ, ഒന്ന് അടുത്ത് നോക്കാം, അന്നേരം അറിയാം. അപ്പം നമ്മൾ പറയാം, അങ്ങനാണോ എന്ന് ചോദിക്കുന്ന വ്യക്തിയും, അത് കയ്യിലിരിക്കട്ടെ സുഹൃത്തെ, എനിക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന വ്യക്തിയും രണ്ടും രണ്ടാ. മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ പരിചയത്തിലുള്ളവർ, നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും, അവരോട് മറ്റുള്ളവർ പറയുക, നീ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നീ എപ്പോഴും ചേർന്ന് നടക്കുന്നുണ്ടല്ലോ, വലിയോ സജൻ പാസ്റ്ററെ പറ്റി പറയുമ്പോൾ ഭയങ്കര നാവാണല്ലോ, എനിക്ക് എന്നെ അറിയാം, പുള്ളിയെ പറ്റി ഒന്ന് അടുത്ത് നോക്കണം, എന്നാലും അറിയാം. അങ്ങനെയാണോ? അത് ശരി. അങ്ങനെ പറയുന്ന നിലവാരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ ടോട്ടലി പരാജയമാണ്. പിടി കിട്ടുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് എന്നെ അറിയാൻ അവസരം ഞാൻ ഒരുക്കി തന്നിട്ടില്ല. പിടി കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതേസമയം നിങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഞാൻ ഓടി വരികയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളെ ചേർത്ത് നിർത്തുകയും നിങ്ങളുടെ കൂടെ എൻ്റെ സമയവും ആരോഗ്യവും എല്ലാം കളഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളോട് ഇങ്ങനെ പറയുന്ന വ്യക്തിയോട് നിങ്ങൾ എന്നോ പറയും, അത് കയ്യിലിരിക്കട്ടെ, ഞങ്ങൾക്ക് ആ ആളിനെ നന്നായിട്ടറിയാം എന്ന് തിരിച്ചു പറയും. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളും ഉൾക്കരുത്തില്ലാത്തവനെ ധൈര്യപ്പെടുത്തുന്നത് വാക്കുകൊണ്ടാകരുത്. ഉൾക്കരുത്തില്ലാത്തവൻ ധൈര്യപ്പെടുന്നത് നിങ്ങളുടെ വാക്ചാതുര്യതയിലായിരിക്കരുത്. നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടായിരിക്കണം ധൈര്യപ്പെടേണ്ടത്. പിടി കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് വേണം ധൈര്യപ്പെടാൻ. പ്രളയം വന്നപ്പോൾ വഴിയോര കച്ചവടക്കാരായിട്ടുള്ള ഒരു 2-3 പേര് ദൂരെ നിന്ന് ഇവിടെ വന്ന് വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് താമസിക്കുന്ന വീട്ടിൽ വെള്ളം കയറി. അവർക്ക് നേതാക്കന്മാരെ ഒന്നും ബന്ധപ്പെടാനും ഒരു ഉറപ്പും ധൈര്യവും ഒന്നും പോരാ. അവർ നേരെ എന്നെ വിളിച്ചു, വെള്ളം വരെ പൊങ്ങിക്കയറുക, എന്താ ചെയ്യുക? പറഞ്ഞു പോരാൻ പറഞ്ഞു.
അവർ വന്ന് ഈ പരിക്കകത്ത് താമസിച്ചു. അത് കഴിഞ്ഞാൽ അവർ പോയത് UP-കാരാ 2 പേര്, ഒരാൾ കോഴിക്കോട്ടുകാരൻ. അവർക്ക് അനുഭവിച്ചറിഞ്ഞു. അത് പിന്നെ ഇങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അവർ മറ്റ് നേതാക്കന്മാരെ ഒന്നും വിളിക്കത്തില്ല, നേരെ ഫോൺ ചെയ്ത് എന്നെയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേരും കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിന് പെട്ടെന്ന് നെഞ്ചിനകത്ത് വയറ്റുവേദന വന്നു, ആശുപത്രി. കൂടെ നിൽക്കുന്ന ബംഗാളി UP-കാരൻ പെട്ടെന്ന് എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഉള്ളം കിടുങ്ങിയപ്പോൾ അവരുടെ ഉള്ളിലൊരു ധൈര്യം, നമുക്കിവിടെ ആരുമില്ല, പക്ഷെ നമുക്കിവിടെ ഒരുത്തനുണ്ട്, അവൻ നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ അവൻ്റെ സ്നേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഭയപ്പെടാതെ ധൈര്യപ്പെട്ടിട്ട് അവരെന്നെ വിളിക്കുക. പക്ഷേ ആദ്യത്തെ വിളിയിൽ തന്നെ, അയ്യോ ബ്രദറെ ഞാൻ എന്തോ ചെയ്യാനാ, ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ, ഞാൻ നോക്കട്ടെ, വേറെ എന്തെങ്കിലും സംവിധാനം ഒരുക്കാമോ നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാരെ ഒന്ന് വിളിച്ച് നോക്കുക, അല്ലെ MLA ഒന്ന് വിളിക്കുക, അല്ലെ ഫയർഫോഴ്സുകാരെ ഒന്ന് വിളിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യത്തെ സംഭാഷണത്തിൽ പറയുന്നതെങ്കിൽ രണ്ടാമത്തെ അനുഭവത്തിൽ അവരെന്നെ വിളിക്കുമോ? പിടികിട്ടുന്നുണ്ടോ? അപ്പം നിങ്ങളെ ഒരിക്കൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചവൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ സഹായം അഭ്യർത്ഥിക്കാൻ ധൈര്യപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്നാണെന്നറിയാമോ? നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് വേണ്ടത്ര അറിവ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ വാചകം അടിക്കത്തേ ഉള്ളൂ, ഒരു ചെറുവിരൽ അനക്കത്തില്ല എന്നുള്ള ബോധ്യം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരാളിൻ്റെ ഉള്ളം ധൈര്യപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അനുഭവിച്ചറിയുമോ? പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടുന്നുണ്ടോ? നമുക്കൊരാളിൽ ധൈര്യമുണ്ടാകുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റം നമുക്ക് അനുഭവിച്ചു ബോധ്യമുണ്ടാകുമ്പോഴാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ വ്യക്തിയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നതും ആ വ്യക്തിയുടെ വാക്കിൽ ധൈര്യമുണ്ടാകുന്നത്. ധൈര്യമായിട്ട് നമുക്കത് പരിഹരിക്കാം, ഉറപ്പാണ്, ധൈര്യമായിട്ടിരിക്കും. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ എനിക്ക് വിശ്വാസമാണ്, ചില രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു വിശ്വാസമില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഫോളോവറായിരുന്നു, എൻ്റെ പിൻഗാമിയായി നടന്നവനും. പക്ഷേ അതിൽ തന്നെ എല്ലാവരിലും ഒന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ ചില ആളുകൾ പറഞ്ഞാൽ തല പോയാലും കൂടെ നിൽക്കും. അതുപോലെ എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരുണ്ട്, ആൾക്ക് വലിയ നല്ല സ്വഭാവവും ക്വാളിറ്റിയും ഒന്നും പറയാനില്ല, ഒത്തിരി കുറവൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ കൂടെ എവിടെ വേണേലും പോകാം, ഒരാപത്ത് വന്നാൽ അവൻ ഇട്ടേച്ച് പോകത്തില്ല. അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പറയാൻ പല കൂട്ടുകാരുണ്ട്. ഒരു വിഷയം വന്നാൽ ആകാശം ഇടിഞ്ഞു പോയാലും അവൻ്റെ ദേഹത്ത് പോറൽ വീണിട്ടല്ലാതെ എൻ്റെ ദേഹത്ത് പോറൽ വീഴാതെ വണ്ണം കൂടെ നിൽക്കുന്നവൻ അവനാണ് എന്ന ഒരു ധൈര്യം എനിക്ക് അവനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഭയം മാറും, എൻ്റെ ആശങ്ക മാറും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകളുടെ പോസിറ്റീവ് എനർജിയാണ് ഈ ചിലർ അതെ പ്രിൻസ് വന്നു, ഇനി കുഴപ്പമില്ല, പ്രിൻസ് വന്നു എന്തെങ്കിലും ചെയ്തോളും, പ്രിൻസ് നോക്കിക്കോളും എന്ന് പ്രിൻസിനെ കുറിച്ച് ഒരുത്തൻ പറയണമെങ്കിൽ പ്രിൻസിൽ നിന്ന് ആ വ്യക്തിക്ക് അനുഭവിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ആ വ്യക്തിയെ ആ സമയത്ത് എന്തിനായി ധൈര്യപ്പെടുത്തുന്നത്? ആ ഭയത്തെ മാറ്റി ആ വിഷയത്തെ അതിജീവിക്കാനുള്ള ധൈര്യം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇതാ യോശുവ ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തി എന്ത് വെച്ചിട്ടാണ്? അനുഭവിച്ചറിഞ്ഞു, ഉയർത്തി പറഞ്ഞു, ചെങ്കടലോർക്ക്, മന്ന തന്നതോർക്ക്. അപ്പം ശരിയാ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേണം നിങ്ങൾ ഇനി പെരുമാറാൻ. നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവർ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുത്തുമ്പോൾ ആൾക്ക് ധൈര്യം വരണമെങ്കിൽ ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ ധൈര്യം വരത്തില്ല. മനസ്സിലായോ? ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ ധൈര്യം വരത്തില്ല. KSRTCയിലെ മെയ് 15-ാം തീയതി മുതൽ ഫ്രീ ആണ് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞത് ഇപ്പോഴും പല സ്ത്രീകളും എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അത് പക്കാ ബ്ലണ്ടറാണ് കാണിക്കാൻ വേണ്ടി ഒരു കൂട്ടർ കഴിഞ്ഞ 15-ാം തീയതി പോയി ബസ് ഫ്രീ യാത്ര നടത്തി ഷോ ഒക്കെ കാണിച്ചത്. ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇവർ പറഞ്ഞാന്നും നടപ്പിലാകുമെന്നില്ല, ഉറപ്പൊന്നുമില്ല. പക്ഷെ നടപ്പിലാക്കിയാൽ ജൂൺ 15 എന്ന് പറഞ്ഞാൽ ജൂൺ 15 മുതൽ അങ്ങോട്ട് 5 വർഷം ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ, പറയുന്നതെല്ലാം നടപ്പിലാക്കിയാൽ പിന്നെ ഈ സർക്കാരിനോട് ജനത്തിന് എന്തുണ്ടാവും? അനുഭവം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിൽ ഒരാൾ ധൈര്യപ്പെടണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞ എന്തുവാ? ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ധൈര്യപ്പെടുത്തണം. ഞാൻ പറഞ്ഞാൽ എങ്ങനെ ആര് കേൾക്കാൻ? ഞാൻ പറഞ്ഞാൽ ഒന്നും ധൈര്യപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടിരിക്കും സഹോദരൻ എന്നൊക്കെ ഞാൻ പറഞ്ഞ, പക്ഷേ പുള്ളി ധൈര്യപ്പെടുന്നില്ല. അതെന്താ പുള്ളി ധൈര്യപ്പെടാത്തതെന്നറിയാവോ? നീ വെറും വാക്കുകൊണ്ടാണ് ധൈര്യപ്പെടുത്തിയേ. നീ പറയുന്ന ധൈര്യപ്പെടുത്തലിൽ ധൈര്യപ്പെടാൻ അവന് നിന്നിലുള്ള ഒരു ഉറപ്പ് അനുഭവിച്ചറിയണം. പിടികിട്ടുന്നുണ്ട്? അപ്പോൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണമെങ്കിൽ എങ്ങനെ ധൈര്യപ്പെടുത്താൻ പറ്റും? അതാണ് ഈ 3-ാം അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞത്, കൂട്ടു സഹോദരരിൽ ഒരുത്തൻ മുട്ടുള്ളവനെന്ന് കണ്ടാൽ
അവനെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും അല്ല ധൈര്യപ്പെടുത്തേണ്ടത്, പ്രവൃത്തിയിൽ. അപ്പം അവന് ധൈര്യപ്പെടും. ഇവൻ എവിടെന്നെങ്കിലും എന്നുള്ള ക്രമീകരണം ചെയ്യും, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ആളിപ്പം ചില പിന്മാറ്റത്തിലൊക്കെ പോയി. പക്ഷേ ആ പുള്ളി ഒരു വീട്ടിൽ വന്നിട്ടൊരു വീട്ടിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞിട്ട്, സാരമില്ല അച്ഛാ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് എവിടുന്നെങ്കിലും കൊള്ളാം. അവൻ പറഞ്ഞതാണോ, അവൻ്റെ കയ്യിലൊന്നുമില്ല, പറഞ്ഞതാണോ, ആരെ കമത്തിയിട്ടായാലും അത് കാര്യം ക്ലിയർ ചെയ്യും. അങ്ങനത്തെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണം, നിങ്ങളിൽ ആ വ്യക്തി വിശ്വസിക്കാൻ തയ്യാറാകണം, നിങ്ങളുടെ വാക്കിൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ സ്നേഹം അദ്ദേഹത്തിന് അറിയാനും പറ്റണം. അതാണ് യോഹന്നാനി പറഞ്ഞിരിക്കുന്നത്, അവന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. അപ്പോൾ സ്നേഹം എന്ത് ചെയ്യപ്പെടണം? എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് സ്നേഹം കാണിക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ പറയുന്ന ആളുകൾ കേട്ടില്ലേ? ഹൃദയത്തിൽ എൻ്റെ സ്നേഹം എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിനകത്ത്. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണിക്കാനൊന്നും പറ്റത്തില്ല. കാണിക്കാൻ പറ്റത്തില്ല, എന്നെ തന്നെ കൊള്ളാം. കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ വല്ല കൊള്ളുമോ? സ്നേഹം ഹൃദയത്തിനകത്ത് പൂട്ടി വെക്കാനുള്ള സാധനമല്ല. ദൈവത്തിന് ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് പൂട്ടി വെച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു, നമ്മളത് കണ്ടു, അറിഞ്ഞു, അനുഭവിച്ചു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പായി, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചെങ്കിൽ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അവനേക്കാൾ വലുതായി വേറെന്തെങ്കിലും ഉണ്ടോ? അവനെ തന്നെ ഏറ്റവും ഇന്നും പലരും ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. ദൈവത്തിന് തരാനുള്ളതിൽ ഏറ്റവും വലിയ കാര്യം ഏകജാതനായ പുത്രനാണ്. അവനെ നമുക്ക് തന്നു, നമ്മളത് അറിഞ്ഞു, അനുഭവിച്ചു. അതുകൊണ്ട് നമുക്ക് ന്യായവിധി ദിവസത്തിൽ എന്തുണ്ട്? ധൈര്യമുണ്ട്. ആ ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ട്, ആ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ അവനോട് പറ്റി നിൽക്കും. എൻ്റെ കുറവ്, ഈ യോശുവായുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവന് നല്ല വസ്ത്രം കൊടുത്ത് അവൻ്റെ എല്ലാ കുറവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവനെ സെലക്ട് ചെയ്യാൻ ദൈവത്തിന് മനസ്സുണ്ടായെങ്കിൽ, കൂടെ കിടക്കുന്ന കള്ളൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് ഓർക്കണേ, എന്തേ നീ ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ എൻ്റെ കൂടെ പോരടേ എന്ന് പറയുന്ന ഒരു മഹാഗുരു. അങ്ങനെ ഒരു കർത്താവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുറവ്, കുറ്റങ്ങൾ എന്തുമാകട്ടെ, എൻ്റെ അപ്പൻ ഓരോ ദിവസവും വൈകിട്ട് വന്ന് സാരമില്ല മോനെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു അപ്പനായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ വെരുട്ട് ചിലവാകത്തില്ല. പിടികിട്ടുന്നുണ്ടോ? പെങ്ങടെ വെരുട്ടൽ ചിലവാകത്തില്ല. നിർഭാഗ്യവശാൽ അപ്പൻ സാരമില്ലടാ മോനെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാമോ ഈ പ്രത്യേകിച്ച് വിശ്വാസികൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതെന്നറിയാമോ? വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് സ്തോത്രം. സ്തോത്രം, സ്തോത്രം. നല്ല കാര്യം. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്തോ വിശ്വാസിയെ? ദൈവത്തിന് നന്ദി, അതല്ലേ സ്തോത്രം. പിശാചിൻ്റെ ഭയങ്കര പോരാട്ടമായിരുന്നു കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. പിശാചിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ ദൈവത്തിന് നന്ദി, അങ്ങനെ പറയുന്ന പുള്ളികളാ. സാരമില്ല എന്ന വാക്ക് വിശ്വാസികളിൽ നിന്ന് ഏറ്റവും കുറവേ പുറത്ത് വരുത്തും. ഒരു വിഷയമുണ്ട്, സാരമില്ല കേട്ടോ, സാരമില്ല. നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ഇന്ന് പോലും ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ സാരമില്ല എന്നുള്ള വാക്ക്, നോ പ്രോബ്ലം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ പ്രോബ്ലം, സാരമില്ല, ഡോണ്ട് വറി, സാരമില്ല ബ്രദർ, സാരമില്ല, കൂൾ ഡൗൺ. പ്രശ്നത്തിലായ, പ്രതിസന്ധിയിലായ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ, നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അങ്ങോട്ട് പാത്രം കഴുകിക്കൊണ്ടിരുന്നു. ആ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ്, സിജോ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗ്ലാസ് കയ്യിൽ നിന്ന് തെന്നി വീണ് താഴെ വീണ് പൊട്ടിപ്പോയി. എവിടെ നോക്കിക്കൊണ്ടാണ് ഈ ഗ്ലാസ് വീണ്? അതിന് വില എത്രയാണെന്ന് അറിയാൻ കൂടി എന്ന് പറഞ്ഞ് 2 ചാടിയിലാണ് ഇവൻ അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നെങ്കിൽ സ്ഥിതി ഒന്ന് ആലോചിച്ചു. അത് എൻ്റെ കൈ കൊണ്ട് അങ്ങ് തെറ്റിപ്പോയി. അപ്പോൾ ആദ്യമൊക്കെ അങ്ങ് പിന്നെ സിജോ, അത് നിങ്ങളെന്തിനാ എവിടെ കൊണ്ടുവച്ചേ? എൻ്റെ ഭാര്യ നിങ്ങളെന്തിനാ എവിടെ കൊണ്ടുവച്ചേ? അതുകൊണ്ടല്ലേ ബദൽ പ്രതിരോധത്തിലേക്ക് പോകും. സാരമില്ല, പൊട്ടിയെ പോട്ടെ, നമുക്ക് വേറെ മേടിക്കാൻ കിട്ടുമല്ലോ, സാരമില്ല എന്ന് പറയുന്നൊരു ഭർത്താവ് കൂടെ നിൽക്കുന്നെങ്കിലോ BP കൂടുമോ? അസുഖം കൂടുമോ? പെന്തക്കോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ BP ഉള്ളത്. ഈ BP എല്ലാം കൂടുന്ന മറ്റുള്ളവർ പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. സാരമില്ലെന്നേ. അപ്പം നമ്മുടെ വീടുകളിൽ പുരയ്ക്കകത്ത് ഏറ്റവും കുറവ്, കേൾക്കാനേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, ഉള്ള വാക്കാണ് ഏത്? സാരമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എത്ര പ്രാവശ്യം പറഞ്ഞു സാരമില്ല എന്നുള്ള വാക്ക്? ഡോണ്ട് വറി, സാരമില്ല മോനെ. പ്രശ്നത്തിലാകുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ സാരമില്ല മോനെ. ഉരുണ്ട് വീണ് കഴിഞ്ഞപ്പോൾ സാരമില്ല മോനെ. പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ സാരമില്ല മോനെ. കൈ കൊട്ടി, ഗ്ലാസ് പൊട്ടി, സാരമില്ല മോനെ എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് എത്ര തവണ വന്നിട്ടുണ്ട്? എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെയും കൂടെ ചേർത്ത് ഞാൻ ഈ പറയുന്നത് കേട്ടോ.
നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഉൾക്കരുത്ത് നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യുന്നറിയാം? ഭയപ്പെടുത്തിക്കണം. ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ധൈര്യപ്പെടുത്തണം. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് സാരമില്ലടാ കുഞ്ഞെ, പപ്പ അതൊക്കെ അങ്ങ് ക്ഷമിക്കൂടാ എന്ന് പറയണമെങ്കിൽ പപ്പായെക്കുറിച്ച് ഇവൻ എന്തുണ്ടാകണം? പപ്പായുടെ സ്നേഹത്തെക്കുറിച്ച് ഇവന് അറിവുണ്ടായിരിക്കണം, അനുഭവിച്ചറിഞ്ഞ അറിവുകളുണ്ടായിരിക്കണം. അപ്പോഴാ ധൈര്യം. ന്യായവിധി ദിവസമല്ലേ, വിഷമിക്കണ്ട, നമ്മുടെ കർത്താവ് നിന്നെ നിർത്തും, നീ ധൈര്യമായിരി എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചായിരിക്കണം ഞാൻ നിരന്തരം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. നിങ്ങളത് അനുഭവിച്ചറിയുകയും വേണം. അപ്പോൾ മാത്രമായി. അതുകൊണ്ടാണ് ഈ കൊലേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആ 3-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം ഒന്ന് വായിച്ചേ. കൊലേസ്യ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഭാഗമാണ്. കൊലേസ്യർ 3:1 മുതലുള്ള. അല്ലല്ല 3 അല്ല, സോറി 2 ആണ്. കൊലേസ്യർ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി സോറി 2-ാം അധ്യായം നോക്കിയേ. നിങ്ങൾക്ക് ലവദോക്യയിലുമുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തെ ശ്രദ്ധിക്കണേ, ക്രിസ്തു എന്ന ദൈവമർമ്മത്തെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവിധം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ക്രിസ്തു എന്ന ദൈവമർമ്മം ഇവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവർ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഇവരുടെ ഹൃദയത്തിനൊരു ആശ്വാസം ഉണ്ടാകണം. അതിനാ ഞാൻ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പഠിച്ച് നിരന്തരം അത് പ്രസംഗിക്കുക. ബാക്കി നെഗറ്റീവ് പ്രസംഗിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം കാണിച്ച കരുണ, ആ കരുതലും സ്നേഹവും നമുക്കറിയാം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ നമ്മളൊന്ന് ചിന്തിച്ചേ, കല്ലെറിയാൻ കൊണ്ടുവരിക. ഈ സ്ത്രീയുടെ ഹൃദയം ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ഉൾക്കരുത്തിലാണ് നിൽക്കുന്നത്. കരുത്ത് നഷ്ടപ്പെട്ടില്ലേ? അവൾ എവിടെ വന്ന് നിൽക്കുന്നത്? ന്യായവിധി മുമ്പിൽ നിൽക്കുക. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ന്യായവിധി നടത്താൻ ഒരു കൂട്ടം ആളുകൾ കല്ലുമായി വന്ന് നിൽക്കുക. ന്യായവിധി സമയമാണ്. നമ്മുടെ ചെയ്യാത്ത തെറ്റിനല്ല, ചെയ്ത തെറ്റിനാണ് കൊണ്ടിരുന്നത്. ചെയ്യാത്ത തെറ്റാണ് അവൾ തിരിഞ്ഞു നിന്നത്. മടി കനമുള്ളവന്, നമ്മുടെ പഴയ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത്, മടി കനമുള്ളവന് വഴിയിൽ ഭയം എന്തിന്? പക്ഷേ ഈ സ്ത്രീ വഴി നിൽക്കില്ല, ഓടുക. കാര്യം എന്നറിയോ? മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് അല്ല, മടിയിൽ കനമുള്ളവന് കനമില്ലാത്തവൻ, അങ്ങനെ ആവാം. മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ ഭയപ്പെടേണ്ടെന്ന്. ഈ സ്ത്രീ ഭയപ്പെട്ട് ഓടുക. അതുകൊണ്ടാണല്ലോ അവർ ഓടിച്ചു വന്നു. അപ്പോൾ എന്തുകൊണ്ട്? മടിയിൽ എന്തുകൊണ്ട്? കനമുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടോ? എൻ്റെ പെങ്ങള് അപ്പൻ്റെ മുമ്പിൽ അപ്പം ഞാൻ കാണിച്ചത് എന്നും പറഞ്ഞ് അപ്പൻ്റെ അടുക്കലോട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഓടും. കാര്യം എന്നാ? കനമുണ്ട്, എൻ്റെ ഭാഗത്ത് കുറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പം ന്യായവിധി തുടങ്ങാൻ പോവാ. അയ്യോ, ന്യായവിധിയോ? പരീക്ഷ വരുമ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർക്ക് പേടി കണ്ടിട്ടുണ്ടോ? അപ്പോൾ അപ്പനെ പറയും പ്രാർത്ഥിച്ചോളാൻ പറയും. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, പേടിയൊന്നും പോകത്തില്ല. പഠിച്ചാൽ അതിനുള്ള മാർക്ക് കിട്ടും. നമ്മുടെ കർത്താവ് ന്യായമല്ലാത്തതൊന്നും ചെയ്യത്തില്ല. പഠിക്കാത്ത കോച്ചിനെ പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് മാർക്ക് കൂട്ടി കൊടുക്കുന്ന പരിപാടിയൊന്നും. ചുമ്മാ ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം വിവരക്കേടാ ഇവർ അസത്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ദൈവം ന്യായമില്ലാത്തവനാണെന്നാണ് പഠിപ്പിച്ചു വയ്ക്കുന്നത്. ഒന്നും പഠിച്ചിട്ടില്ല. കുരിശും തൊട്ട് 10 രൂപ ഇട്ടതിൻ്റെ പേരിൽ മാർക്ക് കൂട്ടി കൊടുക്കുന്ന ദൈവം. ദൈവം ന്യായമില്ലാത്തവരോ? പഠിച്ച കോച്ചിന് മാർക്കുമില്ല. പഠിക്കാത്ത കോച്ചൻ 10 രൂപ കുരിശും തൊട്ട് ഇട്ടപ്പോൾ മാർക്ക് കൂട്ടി കിട്ടും. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വയ്പ്പിക്കുക. പക്ഷേ ഇവിടെ ഈ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭയന്നാ നിൽക്കുന്നത്. യേശുവിൻ്റെ ഒരു ഒറ്റ ഇടപെടൽ. എന്താ ഇടപെട്ടത്? നിങ്ങളിൽ പാപമില്ലാത്ത വ്യക്തി ആദ്യത്തെ ആരും കല്ലെറിഞ്ഞില്ല. സ്ത്രീ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഇല്ല ഗുരു. എങ്കിൽ ഞാനും നിന്നെ ഇനിയും നീ എന്ത് ചെയ്യരുത്. ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ ധൈര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരാശ്വാസം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും കാണാൻ, അടുത്തറിയാനും അല്ലെങ്കിൽ അടുത്തിരിക്കാനും കൊതിക്കുന്ന വ്യക്തി ആരായിരിക്കും എന്നറിയോ? ആരായിരിക്കും? യേശു ക്രിസ്തു ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ലോകം മോശമെന്ന് തള്ളി വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ 100 കണക്കിന് കുറ്റം അവനിലുണ്ട്. ആ കുറ്റങ്ങളെല്ലാം ഉയർത്തി കാണിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, സാരമില്ല സഹോദര, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രായത്തിൽ ഇങ്ങനെ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ധൈര്യപ്പെടുത്തി നോക്കിക്കേ. ആ വ്യക്തി പിന്നെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യമായിരിക്കും ഏറെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം വരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളത്തിലൊരു ആത്മധൈര്യം ഉണ്ടാകും. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ ധൈര്യമാണോ ഉണ്ടാകുന്നത്? പിശാചിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമാണോ ഭയമാണോ ഉണ്ടാകുന്നത്? അയ്യോ, ദൈവം നിന്നോട് ചോദിക്കട്ടാ. ഒരുത്തം വാൾക്ക് വന്ന് നിങ്ങൾ പ്രാഗിട്ട് പോയെന്നിരിക്കട്ടെ. നിന്നോട് ദൈവം ചോദിക്കട്ടാ,
എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സെങ്ങനെ ഇരിക്കും? ഇയാൾ ഇന്നലെ ആ മനുഷ്യൻ പ്രാഗിയതാ. അപ്പം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണ അതാ. വേശ്യാസ്ത്രീയോട് പറഞ്ഞു, കുഞ്ഞെ ഇനി തെറ്റ് ചെയ്യരുത്. നമ്മളോട് ഇപ്പോഴും പറയുന്നു ദൈവം, ഇനി കുറ്റമുണ്ട്, ഇനി തെറ്റ് ചെയ്യരുത്. അപ്പം എത്ര കുറ്റം, എത്ര പാപം, എത്ര കടുംചുവപ്പായിരുന്നാലും ഇനി ആകരുത് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് വിശുദ്ധ തിരുവഴുത്തിൽ അപ്പസ്തോലന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും അനേക തവണ നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കത് അനുഭവിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കറിഞ്ഞില്ല നിങ്ങൾക്കുണ്ടോയെന്ന്. എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ധൈര്യം. ഏത് ധൈര്യം? ന്യായവധി ദിവസത്തിൽ നിൽക്കാനുള്ള ധൈര്യം. എൻ്റെ മിടുക്കുകൊണ്ട് പോയി നിൽക്കുകയല്ല, അവനിലുള്ള എൻ്റെ ഉറപ്പ്. അപ്പം ഉൾക്കരുത്ത് എനിക്ക് ഉണ്ടാക്കി തന്നു ആര്? കർത്താവ്. എങ്ങനെ? അവൻ്റെ സ്നേഹം അവൻ എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. സ്നേഹത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? അനുഭവിച്ചറിയാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ഉൾക്കരുത്ത് ബലപ്പെട്ടു. പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വ്യക്തി എന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ ആ വ്യക്തിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഉള്ളിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ധൈര്യപ്പെടുത്താൻ പറ്റുന്നത്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിനെന്ന് പറഞ്ഞാൽ പോയി 1 മണിക്കൂർ പ്രസംഗിക്കുന്നതല്ല. പിടികിട്ടുന്നുണ്ടോ? ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വേഗത്തിൽ പോകാം. എബ്രായ ലേഖനം 4-ാം അധ്യായം, ഞാൻ മുമ്പ് പറഞ്ഞു വന്ന വിഷയമാണ്. 4-ാം അധ്യായം 16-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠമാഹപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊടുക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അടുത്തത്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിനാണ്. നാം എങ്ങനെ കൃപാസനത്തിനോട് അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞേ? ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലണം. എന്താ കാര്യം പറഞ്ഞത്? അതിന് മുമ്പ് ചില വിശദീകരണം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. 14 മുതലുള്ള വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതനായി നമുക്കുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. ആകാശത്തിൽ കൂടി നമ്മുടെ കർത്താവ് കടന്നുപോയി. ആ ഒരു മഹാപുരോഹിതൻ, ആ ഒരേ ഒരു മഹാപുരോഹിതൻ അവിടെ ഉള്ളതാണ് നമ്മുടെ ധൈര്യം. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അടുത്തത്, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശു ക്രിസ്തു അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ധൈര്യം നമുക്ക്. അല്ലാതെ മറ്റു മഹാപുരോഹിതന്മാരൊക്കെ ന്യായം വെച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് ന്യായത്തോടൊപ്പം സഹതാപവും കൂടി ചേർത്ത് വെച്ചിട്ടാണ്. ഇവിടെ കിട്ടുന്നുണ്ട്. അവൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് എന്ത് ചെയ്യും? സഹതാപമുള്ളവനാണ്. അപ്പം നമ്മുടെ ധൈര്യം, മുമ്പേ വായിച്ച ഭാഗത്ത് നമ്മുടെ ധൈര്യം സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ സഹതാപം നമുക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരാളെ ധൈര്യപ്പെടുത്തണമെങ്കിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നേഹിക്കണം. അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. ഇപ്പോഴത്തെ പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സഹതാപമാണ്. ആ വ്യക്തിയോട് നിങ്ങൾ സഹതാപമുള്ളവനാകണം. പണി കിട്ടിയോ? എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തണം. നിങ്ങൾ ആ വ്യക്തിയോട് സഹതാപം കാണിക്കണം. ഇവിടെ കർത്താവായ മഹാപുരോഹിതൻ, യേശു എന്ന മഹാപുരോഹിതൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ മനസ്സുള്ളവനായതുകൊണ്ടും മാത്രമാണ് കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്കെന്തുള്ളത്? ഈ മിക്ക വീട്ടിലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അമ്മ വഴക്ക് പറഞ്ഞാലും അമ്മയുടെ അടുക്കലോട്ട് ചെല്ലാൻ ഭയങ്കര ധൈര്യം. എന്നാന്നറിയോ? അമ്മയ്ക്ക് ഇച്ചിരി മനസ്സലിയുണ്ട്, അപ്പനത് കാണത്തില്ല. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു സഹതാപമുണ്ട്. അപ്പോൾ കൊച്ചുങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എവിടെ ആയിരിക്കും?
ഈ സഹതാപമുള്ള വ്യക്തിയുടെ അടുക്കലോട്ടായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അപ്പം നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ നിങ്ങളുടെ പ്രസൻസിൽ ധൈര്യപ്പെടണമെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ അവർ ഉൾക്കരുത്തുള്ളവരായി മാറണമെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെയുള്ളവരായിരിക്കണം? സഹതാപമുള്ളവരാണെന്ന് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയണം. അല്ലാതെ പറ്റില്ല. നിങ്ങൾ അവരോട് സഹതാപം കാണിക്കണം. ഇപ്പോഴത്തെ ഗവൺമെൻറ് 10 വർഷം ഭരിച്ച് താഴെ പോയി, ഭയങ്കര വിമർശനം നടക്കുക. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ തന്നെ പറയുന്നറിയോ, നമ്മുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യ മനോഭാവമാണ്, നമ്മുടെ നേതാക്കന്മാരുടെ തമ്പ്രാനിസമാണ്, അണികളൊക്കെ വിട്ടു. ഒരു പരിധി വരെയൊക്കെ ശരിയാ. എന്നാൽ ചിലരോട് ഭയങ്കര സ്നേഹമാണ്. പിടികിട്ടുന്നുണ്ടോ? വലിയ തലക്കനവും കാണിച്ച് അങ്ങനെ വലിയ മീശയൊക്കെ ചുരുട്ടി ഇവിടെ ആരടാ എന്താ എന്നൊക്കെ പറഞ്ഞ ശൈലിയിലാണ് പെരുമാറുന്നതെങ്കിൽ ആളുകൾ കൂടെ നിൽക്കാൻ ധൈര്യപ്പെടത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് എന്തുള്ളതായിരിക്കണം? സഹതാപം ഉണ്ടായിരിക്കണം. സഹതാപം, ഒരാളുടെ വിഷയത്തിൽ നമുക്ക് സഹതാപം തോന്നിയെങ്കിൽ ആ സഹതാപത്തിലൂന്നിയ ധൈര്യപ്പെടുത്തലായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. സഹതാപത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കേണ്ടതും ധൈര്യപ്പെടുത്തേണ്ടതും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ ഉൾക്കരുത്തില്ലാത്തവൻ ഉൾക്കരുത്തുള്ളവനായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അതിന്റെ 50-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. മനസ്സിലായോ? അവിടെ യോശുവയുടെ ഒരു ചരിത്ര ഭാഗം പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. അപ്പം ധൈര്യപ്പെടണമെങ്കിൽ ആൾക്ക് എന്തുണ്ടാകണം? ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നിങ്ങൾ നൽകുന്ന ആശ്വാസ വാക്കുകളാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? ധൈര്യപ്പെടുത്തുന്നത്. നിങ്ങൾ കാണിക്കുന്ന സഹതാപമാണ് ആ വ്യക്തിയിലെ ധൈര്യമുളവാകുന്നത്. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് ആ വ്യക്തിയിൽ എന്തുണ്ടാക്കുന്നത്? ധൈര്യമുണ്ടാക്കുന്നത്. അപ്പോൾ ധൈര്യപ്പെടുത്തുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ട പെരുമാറ്റം, 1, നമ്മൾ ആ വ്യക്തിയിലേക്ക് പകരുന്ന സ്നേഹം, 2, നമ്മൾ ആ വ്യക്തിയിലേക്ക് പകരുന്ന സ്നേഹം, സഹതാപം, നമ്മൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സഹതാപം, 3, നമ്മൾ ആ വ്യക്തിക്ക് പകരുന്ന ആശ്വാസം. പിടികിട്ടുന്നുണ്ടോ? ഈ സ്നേഹം, സഹതാപം, ആശ്വാസം ഇത് പകർന്നു കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ധൈര്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെ പ്രബോധിപ്പിച്ച എന്താണ്? ക്രമം കെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അടുത്ത 2-ാം ഭാഗം നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു ഭാഗമുണ്ട്. റോമാലേഖനത്തിൽ എഴുതി, ഞാൻ അധ്യായം എടുക്കുന്നില്ല, സമയം പോകല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എന്നിലുണ്ട്, പ്രവർത്തിക്കരുതെന്ന് വിചാരിച്ചത് പ്രവർത്തിച്ചു പോവുക, ചെയ്യണമെന്ന് വിചാരിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ജഡമയൻ, പാപിയായ മനുഷ്യൻ. ഈ അവസ്ഥയിൽ തന്നെ ആര് സഹായിക്കും? അതേ പൗലോസ് പറയുക, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നത്, കാരണം എനിക്ക് യേശുക്രിസ്തുവിനുള്ള ഉറപ്പാണത്. എന്നിൽ കുറവൊത്തിരിയുണ്ട്, പക്ഷെ യേശു എന്ന കാര്യസ്ഥൻ എനിക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ടാണ് മറ്റൊരിടത്ത് പറഞ്ഞ്, നഗ്നതയാകട്ടെ, ആപത്താകട്ടെ, പാളാകട്ടെ, പട്ടിണിയാകട്ടെ, ദാരിദ്ര്യം എന്ത് വന്നട്ടെ, എനിക്ക് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു ഉറപ്പുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഉൾക്കരുത്തില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? നമുക്ക് 2 വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. സങ്കീർത്തനം 27-ന്റെ 14, 31-ന്റെ 24 കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 31-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യവും. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. വളരെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയാം, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ ഈ പ്രത്യാശയും ധൈര്യവും കൊണ്ട് മാത്രമാണ് ഹൃദയം എന്ത് ചെയ്യുന്നത്? ഉറയ്ക്കുന്നത്. എൻ്റെ ഹൃദയം ഉൾക്കരുത്തുള്ള, ഈ ഉൾക്കരുത്തെന്ന് പറഞ്ഞ ഹൃദയത്തിനുണ്ടാകേണ്ട കാര്യമാണ്. എൻ്റെ ഹൃദയം ഉറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യഹോവയിൽ പ്രത്യാശ വെച്ച് ധൈര്യപ്പെടണം. യഹോവയുടെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയുമ്പോഴാണ് യഹോവയിലുള്ള പ്രത്യാശയും ധൈര്യവും നമുക്കുണ്ടാകുന്നത്. 31-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാം വാക്യം നോക്കി.
യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ. അപ്പൊ ധൈര്യം വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ ഉളവാകുന്നത് യഹോവയിലുള്ള പ്രത്യാശയാണ്. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയും. യേശുക്രിസ്തുവിൽ ഉറപ്പുള്ള പൗലോസ് പറയുന്നു, ഞാൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു, കാര്യം യേശുവിലുള്ള എൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് യേശുവിൽ ഉറയ്ക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ ഇടപെടൽ അങ്ങനെയായിരുന്നു നമ്മളോട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വ്യക്തിയെ ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ഇടപെടലും എന്ത് ചെയ്യണം? യേശുവിനെ പോലെയുള്ള ഇടപെടലായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു വാക്കിലും പെരുമാറ്റത്തിലും ഉൾക്കരുത്തില്ലാത്തവൻ ധൈര്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്ന പ്രബോധനം അതാണ്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ്. നിങ്ങളുടെ ബന്ധത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അയൽവാസികൾ ആരുമായിക്കോട്ടെ, ആ വ്യക്തി ധൈര്യമുള്ളവനായി മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആ വ്യക്തി ഉൾക്കരുത്തുള്ളവനായി, ധൈര്യമുള്ളവനായി തീരണമെന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളിലുള്ള പ്രത്യാശ, നിങ്ങളുടെ സഹതാപം, നിങ്ങളുടെ കരുതൽ, ഇതെല്ലാം ആ വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പകരണം. അത് അനുഭവിച്ചറിയുന്ന വ്യക്തിക്ക് മാത്രമേ നിങ്ങളുടെ വാക്കുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ധൈര്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ പരസ്പരം ഈ നിലവാരത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഈ നിലവാരത്തിൽ കരുതുന്നവരാണെങ്കിൽ, ഈ നിലവാരത്തിൽ അവർക്ക് ധൈര്യപ്പെടുത്താൻ കഴിയും. ആരും അധൈര്യപ്പെട്ടു പോകത്തില്ല. നമുക്കറിയാം, യെരുശലേമിൻ്റെ മതിൽ പണിയുമ്പോൾ ഒരു കയ്യിൽ വാളും പിടിച്ച് അവർ മറുകൈയിൽ പണിയുമായി നിൽക്കുമ്പോൾ അവർ അന്യോന്യം ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ആ പണി പൂർത്തീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി സുബോധത്തോടെ, നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് അവിടെയാണ്. നമ്മുടെ കർത്താവിൻ്റെ നാള് അടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വല്ല ഇതിലും ചെന്ന് പെട്ടുപോകരുതെന്ന് 2 തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്. നമ്മൾ ഈ വായിക്കുന്ന ഇടത്ത് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച്, നാളിനെ സംബന്ധിച്ച്, നാഴികയെ സംബന്ധിച്ച് നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഉൾക്കരുത്തില്ലാത്തവരെ, എന്തിനാ? കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. നല്ല പ്രത്യാശയും ഉറപ്പുമുള്ളവരായിട്ടിരിക്കണം. അപ്പം നിങ്ങൾ തന്നെ സ്വയം അപകർഷതാബോധത്തോടെ അയ്യോ ഞാൻ രക്ഷപ്പെടുമോ, അയ്യോ ഞാൻ ഭാവിയായ മനുഷ്യൻ, അയ്യോ ഞാൻ തള്ളപ്പെട്ടു പോകുമോ എന്നൊക്കെ പറഞ്ഞ് പുറമോട്ടാ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടമായി പോകും. നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായി പോകും. നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുക സഹോദര, പോകത്തില്ല. നീ നഷ്ടമായി പോകത്തില്ല. നിന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ എത്ര വന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമോ? അവൻ എൻ്റെ കയ്യിൽ തന്ന ഒന്നിനെയും നഷ്ടമാക്കി കളയാതെ ആ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതിന് തന്നെയാണ് എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ തന്നെ. ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവ് നമ്മളെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും 100 ഗണേ. അതുകൊണ്ട് തെറ്റിൽ തുടരാനാണോ? അല്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ധൈര്യപ്പെടുമ്പോൾ ആരും പറയാതെ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? മോചിതരാകും. എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ച്, സാരമില്ല മോനെ, ഈ പ്രാവശ്യത്തെ തോൽവി സാരമില്ല, വിഷമിക്കണം, നമുക്ക് അടുത്ത പ്രാവശ്യം മാർഗം മേടിക്കാമടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ മണ്ടനാകാനല്ല പോയത്. അപ്പൻ എനിക്ക് തന്ന ധൈര്യത്തിൽ അപ്പൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്, അപ്പൻ്റെ സ്നേഹത്തിന് ഭംഗം വരരുത്, അപ്പനെ നിരാശപ്പെടുത്തരുത്. അപ്പനെ പേടിച്ചിട്ടല്ല, അപ്പന് നിരാശ വരരുത് എന്ന താല്പര്യത്തോടെ കൂടുതൽ ശക്തിയോടെ പഠിക്കാനുള്ള എനർജി എൻ്റെ ഉള്ളത്തിൽ കയറുക. അതേസമയം പിടിച്ചിട്ട് തല്ലുന്നൊരപ്പനാണെങ്കിലോ ഭയന്നിട്ട് ഒന്നുകൂടി പുറമോട്ടു. മിക്ക കുട്ടികളും പല കാര്യങ്ങളിലും മണ്ടന്മാരായി ഒതുങ്ങി മാറുക. പല കുഞ്ഞുങ്ങളുടെയും കഴിവ് മാതാപിതാക്കളോട്ട് അറിയത്തുമില്ല. മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന കഴിവ് ഇവരിൽ വരാതെ വരുമ്പോൾ അവർ ഭയപ്പെടുത്തും, അവരുടെ കഴിവ് നഷ്ടപ്പെടും. പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്ന ചില കഴിവുകൾ അപ്പനെ അമ്മയെ അറിയിക്കാതെ, ആരെ അറിയിക്കാതെ രഹസ്യമായി വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി അവർ പ്രാക്ടീസ് ചെയ്യും. അത് ഒരു സമയത്തായിരിക്കും അപ്പനും അമ്മയും അറിയുന്നത്, അയ്യോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകാം. ബിക്കോസ് നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മളിൽ ആരും അധൈര്യപ്പെട്ട് പിന്മാറാനിടയാകരുത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.